നമ്മുടെ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ പ്രഗതി ക്ലാസ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? ആളുണ്ട്. പൊന്നിടത്ത് പൊട്ട് വേണോ? പക്ഷെ എനിക്കൊരു പരാതിയുണ്ട്. നിങ്ങൾ സ്വാഗതത്തിന് തന്നത് എനിക്കുള്ളതല്ലേ? ഞാൻ കൊച്ചു പോയി കളഞ്ഞാ എന്താ? കൊച്ചിന് സ്വാഗതത്തിൽ എനിക്ക് തന്നതല്ലേ? സ്നേഹ എന്റെ കൂടെ പോന്നോളണം. ഇവരെല്ലാരും കൂടി തന്നാണേ. വളരെ നല്ല ഒരു ദിവസമാണ് മയ്യത്തിന്റെ ജന്മദിനാഘോഷങ്ങൾ. അതുപോലെ തന്നെ പുതുനഗരത്തെ കുടുംബ യോഗം. വളരെ ധന്യമായ ഒരു കൂടിച്ചേരലാണ്. പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളും കർമ്മമണ്ഡലങ്ങളും എല്ലാം വെച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധനയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലിൽ നമുക്ക് ഏറ്റവും നന്നായി നടത്താൻ കഴിയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ മഹനീയ മനുഷ്യജന്മം ഉപയോഗിക്കപ്പെടുന്നത്? ഇത്രയും കാലം ജീവിച്ചതുകൊണ്ട് ഞാൻ എന്ത് ആയി തീർന്നു? എന്നെക്കൊണ്ട് എന്ത് സംഭവിച്ചു? ഒന്ന് തിരിഞ്ഞു നോക്കി എൻ്റെ ഇതുവരെയുള്ള ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? ഇതുപോലെയൊക്കെ തന്നെ തുടർന്നാൽ മതിയോ? അതോ മാറ്റങ്ങൾ കുറെ കൂടെ വരുത്തേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? അത് ഏറ്റവും സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാളിൽ നിന്ന് തുടങ്ങി എത്രത്തോളം മുകളിലേക്ക് പോകാൻ സാധിക്കുന്ന ആ സ്റ്റേജിലുള്ള ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു നല്ലൊരു കാര്യമാണ്. 100 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് വയ്ക്കുക. എത്ര ദിവസം ജീവിക്കും? എന്തോട്ടാ? സ്കൂളിൽ പോകണുണ്ടോ? ഉണ്ട്. അപ്പൊ എത്ര ദിവസം ജീവിക്കും? കണക്ക് പഠിക്കാനുണ്ടോ? അതുകൊണ്ട് അപ്പൊ എത്ര ദിവസം ജീവിക്കും? 36,500 ദിവസം ജീവിക്കും. 100 വയസ്സ് വരെ ജീവിച്ചാൽ 36,500 ദിവസം അവർ ജീവിക്കുന്നുള്ളൂ. അതിൽ പകുതി ഉറങ്ങിക്കളയും. അപ്പൊ എത്രയായി? 18,250 ദിവസമുണ്ട്. അത് ആദ്യത്തെ 20 വർഷങ്ങൾ കുട്ടിയാണ്. ആരും വിലമതിക്കുകയല്ല, ആരോട്ടും ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ കുറച്ചാലോ? 7,000 അപ്പൊ എത്രയുണ്ട്? എത്രയുണ്ട്? 14,000. ഓക്കെ. 60-70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ട് ജീവിക്കുന്നതിന്? വലിയ കാര്യമൊന്നുമില്ല എന്നാണ് വൈപ്പ്. അങ്ങനെയൊന്നും അല്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു, തെളിയിച്ചു. പ്രകൃതി ഈ യോഗയ്ക്കുള്ള ആളുകൾക്ക് ഈ 70-80 ഒന്നൊരു വിഷയമല്ല. ഓക്കെ. 60 കഴിഞ്ഞാൽ സർക്കാർ ചവിട്ടി പുറത്തിട്ടു. ഇനി തന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുകൊണ്ട് ചവിട്ടോട്ടലെടുത്തിടും. റിട്ടയറാണ്. അത് കഴിഞ്ഞാലാണ് ശരിക്കും ജീവിതം തുടങ്ങുന്നതെന്നുള്ളത് നമുക്കറിയാം. അത് വേറെ കാര്യം. അപ്പൊ ഒരു 60-ന് ശേഷമുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ എത്രയുണ്ട്? 30 കൊല്ലം മാറ്റണം. ബാക്കി എത്ര ദിവസം ഉണ്ട് ജീവിക്കാനായിട്ട് കിട്ടണത്? എന്തേലും നല്ല കാര്യം ചെയ്യാനായിട്ട് ആകെ ഒരു മനുഷ്യ ജീവിതത്തിൽ കിട്ടുന്നത് 3,000, 4,000, 5,000 ദിവസത്തിന്റെ ചെറിയ ഒരു കാലയളവ് മാത്രമാണ്. ആ കാലയളവിലാണ് ഉള്ള ദുരിതം മുഴുവൻ ബാക്കിയുള്ളവർക്ക് പരദൂഷണവും പാരവയ്പും അതാണ് കൂടുതല്. ഇവനും ഇവനൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായി പോയെന്നല്ലേ ചിന്തിക്കേണ്ടത്. ഈ ബ്രെയിൻ മാപ്പിംഗ്, നാർക്കോ അനാലിസിസ്, പോളിഗ്രാഫ് ഇപ്പോൾ വലിയ കേരളത്തിലാവുന്നതിനും ഭയങ്കര ചർച്ചാ വിഷയമാണ്. എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കുകയാണ്. ഇതൊക്കെ
ശാസ്ത്രത്തിന്റെ വഴിയുള്ള കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിക്കാനില്ലെങ്കിലോ ഏതെങ്കിലും ഒരു കള്ളനുണ്ടോ കള്ളലക്ഷണം വരാത്തവനായിട്ട്? ഏതെങ്കിലും ഒരു കള്ളനുണ്ടോ കണ്ടു ഇവനൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കള്ളലക്ഷണം ഇല്ലാത്ത ഏതെങ്കിലും കള്ളനുണ്ടോ? ആലോചിച്ചു. ഈ കള്ളലക്ഷണം എങ്ങനെയാ കള്ളന് വരുന്നത്? കള്ളന്മാരെ ആലോചിക്കാൻ മാത്രമല്ല ഇത്തരം പറയാനും പറഞ്ഞതാണ്. ഭാഷ വെറുതെ പറഞ്ഞപ്പോ അത് നിർത്തിക്കാതുക. നമ്മുടെ ശരീരം ഉണ്ട്. നമുക്കൊരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് ആൾക്കൂട്ടത്തിനിടയിലും കള്ളനെ കണ്ടുപിടിക്കും. നമുക്ക് തന്നെ അറിയാല്ല അവനെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്, അവനൊരു പോലീസുകാരനാണെന്ന് തോന്നുന്നു. അതേപോലെ നല്ലൊരു അധ്യാപകനെ കണ്ടാൽ അറിയാൻ നോക്ക്. സാറാണെന്ന് തോന്നണം, ടീച്ചറാണെന്ന് തോന്നണം, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇടപെടില്ല. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഇടപെടില്ല. എന്താണ് പറ, എന്താ ചെയ്യണേ? കള്ളം പിടിച്ചോ? ലക്ഷണം കിട്ടിയോ? ടീച്ചറുടെ ലക്ഷണം കിട്ടിയോ? നല്ലൊരു ഡാൻസ് മാഷെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും. ഒരു പൂജാരിയെ, മനസ്സിൽ പൂജാരിയുടെ ഭാവം വേണം കേട്ടോ. ആ ഭാവനയിൽ നിന്നാണ് ഇതെല്ലാം ഭാവിക്കുന്നതാണ് ഭവിക്കുന്നത്. അതിൽ ഭയക്കുന്നതാകട്ടെ വളരെ വേഗം ഭവിക്കുന്നു. ഒരു ജിംനേഷ്യത്തിൽ പോയിട്ട് ഒരാൾക്ക് മസിൽ വരുന്നത് എങ്ങനെയാ? എന്തുകൊണ്ടാ? കൈക്ക് നല്ല ഉരുണ്ട മസിൽ വരുന്നത് എങ്ങനെയാ? അങ്ങനെ വെയിറ്റ് എടുത്തിട്ട് കാണിക്കുന്നു. വെയിറ്റ് എടുത്ത് ഇങ്ങനെ കാണിക്കുക. ദിവസം രാവിലെ 1 മണിക്കൂറും വൈകിട്ട്. അങ്ങനെയാണെങ്കിൽ കാലത്ത് ഇറങ്ങി പാതിര അവരെ വലിയ കൂടോടത്തല്ല കൊല്ലനടിക്കണത്. അയാളുടെ വലത്ത് കൈ ഇങ്ങനെ വീർത്ത് ബലൂൺ പോലെ വരികയും ഇടത്തെ കൈ ശോഷിച്ചിരിക്കണ്ടേ? അങ്ങനെയുണ്ടോ? ജിംനേഷ്യത്തിൽ പോയിട്ട് കട്ടെടുത്ത് കാണിക്കുമ്പോൾ മസിൽ വയ്ക്കുന്നത് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. അമ്പലത്തിലും പള്ളിയിലും നല്ല പ്രാർത്ഥന നടക്കുന്നത് ജിംനേഷ്യത്തിലാണ്. അമ്പലത്തിലൊക്കെ വീട്ടിൽ നിന്ന് രാമാവൻ ജയിച്ചല്ലേ, രാമ രാമ രാമ, എടിയേ ആ കോഴിയെ കൂട്ടി കയറ്റിയേക്കടിയേ, രാമ രാമ രാമ, എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട് ലക്ഷ്മിയെ, നോക്കിയാ കടിയേ, രാമ 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 രാമ, എടിയേ അവളെ എങ്ങോട്ടാ പോയേ, എങ്ങും ഇതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ ജിംനേഷ്യത്തിൽ ഒന്നുമില്ല. ഈ കട്ടെടുത്തിട്ട് മഴക്ക് വരട്ടെ മുഴുവൻ പ്രാർത്ഥന. മെന്റൽ കോൺസെൻട്രേഷൻ, ഭാവനയിൽ നിന്നാണ് ഇത് ഭവിക്കുന്നത്. നമ്മുടെ ഭാവന നല്ല ആരോഗ്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുക. ഒരു ഫോൺ വന്ന് നമ്മുടെ സുഹൃത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് മരിച്ചുപോയി. എന്താ പറ്റിയത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അതുപോലെ ഇരിക്കുമോ? മനസ്സിന്റെ ആരോഗ്യം അല്ലെങ്കിൽ മനസ്സിന്റെ ചിന്ത എങ്ങനെയാണ് ഈ ശരീരത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞു നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോപം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോപം എങ്ങനെയാണ് ഈ ശരീരത്തിന് തകർച്ചയ്ക്കിടയാകുന്നത്. ഇത്തരത്തില് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങള്, നമ്മുടെ സുമാത്രയില് കടലിന്റെ അടിയില് ഇന്തോനേഷ്യയിലുണ്ടായ ഒരു ചെറിയ കല്ലിന്റെ ഒരു ചെറിയ ഇളക്കമാണ് സുനാമിയായിട്ട് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ വരെ ആഞ്ഞടിക്കുന്നത്. ഈ മനസ്സിന്റെ ഉള്ളില് ഉണ്ടാകുന്ന ചെറിയ ഒരു തകർച്ചയാണ് ക്യാൻസറായിട്ടും ഹാർട്ട് അറ്റാക്കായിട്ടും സ്ട്രോക്കായിട്ടും അൾസറായിട്ടും ഒക്കെ ശരീരത്തിലെ സുനാമികളാകുന്നത്. ബന്ധുവിടെ അനുഭവമൊക്കെ പറഞ്ഞില്ലേ? എങ്ങനെയാ വന്നാന്നറിയാവോ? കോഴി വസന്ത പിടിച്ച കോഴിയെ പോലെ തലയിട്ടുണ്ട് ഇങ്ങനെ വന്നത്. മണിയേട്ടന്റെ പുറകെ കയറി വന്നു. മണിയേട്ടൻ പറഞ്ഞു, ജേക്കപ്പേ അരുവ നവജീവനത്തിലേക്ക് രണ്ടുപേരും കൂടെ കയറി വന്ന ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരു ബന്ധു എന്റെ അന്തരോളാണ്, എനിക്ക് ക്യാൻസറാണ് യൂട്രസിൽ, 3 മാസം കൊണ്ട് ശരിയാക്കി തന്നേക്കണം. ആലോചിച്ച് നോക്കണേ, പറ്റൂലെന്ന് പറയാൻ പറ്റുമോ? മണിയേട്ടനുള്ള പറഞ്ഞ ദുർവാസാവിന്റെ ചേട്ടനാണ്, വല്ലതും പറയാൻ പറ്റുമോ? ഓ
മണിയേട്ടൻ പറയുമ്പോ തന്നെ അതിങ്ങനെ നടന്നു എന്നുള്ള അവർക്കറിയാമല്ലോ. ബിന്ദുവിനെ നോക്കി എന്ത് പറഞ്ഞാലും പോവല്ലേ. മണിയേട്ടൻ പറഞ്ഞുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നതാണ്. ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ബിന്ദുവിനെ അവിടെ പത്മാക്ഷി ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് RCCന്ന് ചെത്തി മുറിച്ച് ബ്രസ്റ്റൊക്കെ മാറ്റി അവിടെ പഴുത്ത് ഉള്ളിലേക്ക് ദ്വാരം കാണാം. ആ രീതിയിൽ ബ്രസ്റ്റായ ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ മുറി കൊണ്ടാക്കി. എന്താ ചിന്തിച്ചോന്നറിയാവോ? അത് മാറുന്നത് കാണുമ്പോഴെങ്കിലും ബിന്ദുവിന് ഒരു ബോധ്യം വരും. പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. എവിടെ ഒരു ദിവസം 2 ദിവസം 3 ദിവസം ആയപ്പോൾ അവിടുത്തെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ ശ്രീദേവി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ആ ബിന്ദു ഒന്നും ചെയ്യണില്ല, ഈ ഇരിപ്പാണ്, എങ്ങനെ തലേന്താത്തി ഇരിക്കും, എന്ത് പറഞ്ഞാലും എന്താ വെള്ളം പഴം കഴിക്കുകയല്ല, വെള്ളത്തിലിരിപ്പും ഇല്ല, വെയിലുള്ളലും ഇല്ല, ഒന്നുമില്ല. ഓഹോ, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. വന്നു, ബിന്ദുവിനെ വിളിച്ചു, വന്നു നിന്ന് ഇയാളുടെ ഫയലിൽ എടുക്കാൻ പറഞ്ഞു. എടുത്തൊരറ്റ ഇറങ്ങി കൊടുത്തു. ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങണം. ബിന്ദുവിന് ഇറങ്ങാൻ പറ്റുമോ? വീട്ടിൽ വിളിച്ചിട്ട് മണിയേട്ടാ ഞാനിവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഡോക്ടറെയൊക്കെ പിന്നെ പറഞ്ഞേക്കെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. എന്നാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ചെറുത്താനും കടലിനും നടുക്കായി ബിന്ദു. ഇവിടെ ഈ ഏർപ്പാടുകൾ പറ്റില്ല. താൻ കേട്ടല്ലേ, മണിയേട്ടന് ഞാൻ ഉറപ്പ് കൊടുത്തതാണ് 3 മാസം കൊണ്ട് തന്റെ അസുഖം ഞാൻ മാറ്റിത്തരാമെന്ന്. എനിക്കത് താങ്കളുടെ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ട് തന്റെ കാര്യങ്ങൾ അറിയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോയി. ബിന്ദു എന്താ ചെയ്യുക? ബിന്ദു കരച്ചില് തുടങ്ങി. അവിടെ ഡോക്ടർമാർ ഞങ്ങൾ എന്ത് ചെയ്യാനും? ഡോക്ടർ പറഞ്ഞിട്ട് പോയാൽ കേട്ടില്ലേ, താനൊന്നും ചെയ്യുന്നില്ല, ഞാനെല്ലാം ചെയ്തോളാം പറഞ്ഞിട്ട് കാര്യമുള്ള. പിന്നെ അവരുടെ കാല് പിടിച്ചിട്ട് അവരെ കൊണ്ട് എന്നോട് പറയിപ്പിച്ച്. ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടെന്നുള്ളത് ബിന്ദുവിനറിഞ്ഞല്ലോ. ഞങ്ങൾ ഡോക്ടർമാർ തമ്മിലൊരു നാടകമൊക്കെ ഉണ്ടെന്നുള്ളത്. ഏതായാലും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ബിന്ദു കുറേശ്ശെ ചെയ്യാൻ തുടങ്ങി. ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സുഖം തോന്നി. അപ്പൊ ബിന്ദുവിനും തോന്നി, ചേടാ ഞാൻ കൊടുത്തൊരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദുവിനെ അവിടെ നിർത്തുന്നത് മണിയേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, മണിയേട്ടൻ പറഞ്ഞതുപോലെ രോഗം മാറ്റിക്കൊടുക്കാമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അതിന് പറ്റാത്തതുകൊണ്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ മണിയേട്ടൻ പറഞ്ഞുകൊണ്ടല്ല നിർത്തിയത് എന്ന ഒരു മെസ്സേജ് സൈക്കോളജിക്കലായിട്ട് ബിന്ദുവിന്റെ മനസ്സിലേക്ക് കൊടുക്കാൻ സാധിച്ചുകൊണ്ടാണ് ബിന്ദുവിന്റെ മനസ്സ് വേറെ തരത്തിൽ ഒന്ന് തുറക്കാൻ തയ്യാറായത്. ഇതെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് ബിന്ദു ഇങ്ങോട്ട് വന്നു. അവിടുന്ന് കുറച്ച് യോഗയൊക്കെ പഠിച്ചു. ഇവിടെ മണിയേട്ടന്റെ കൂടെ എത്ര നാളുണ്ടായിട്ട് ഇവിടെ വന്ന് യോഗ പഠിക്കാത്ത ആള് തിരിച്ചുകൂടെ വന്ന് കുറേ കൂടെ യോഗ പഠിച്ചിട്ട് ഇവിടുത്തെ യോഗ ടീച്ചറായി. ഇതെല്ലാം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ ബിന്ദുവിന്റെ ഭർത്താവ് ദേ വന്നേക്കണ് എന്നെ കാണാനായിട്ട്. ഇപ്രാവശ്യം ബിന്ദു വന്ന പോലെ ബിന്ദുവിന്റെ ഭർത്താവാണ് തല എന്താത്തി വന്നേക്ക്. എന്ത് പറ്റി? പൊടിയാണ്. അതിന് സമ്മതിക്കാനേ വേണ്ടത്. അല്ല, ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഗർഭിണിയാകരുതെന്നാണ്. ഡോക്ടർ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല മറ്റേ ഡോക്ടർ. തന്നോട് ആരാണ് ബിന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്? പിന്നെ ബിന്ദുവിനെ അന്നത്തെ നടത്തിയ പോലെ അങ്ങോട്ട് ഹസ്ബൻഡിനായിപ്പോയി എൻ്റെ ഫയറിങ്. അല്ല, വിളിച്ചപ്പോൾ ഉണ്ടായില്ല, തായ്ലാൻഡിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ആ ഡോക്ടർ ഭയങ്കരമായിട്ട് ശകാരിച്ച് ബഹളം വെച്ചു. ഒട്ടനെ തന്നെ അബോർഷൻ നടത്തണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മേലിൽ അങ്ങോട്ട് കടന്നു പോകരുത്, പ്രകൃതി രീതികൾ ചെയ്ത്, അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകണ്ട, പ്രകൃതി രീതി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പ്രകൃതി രീതി ചെയ്ത് സുഖമായിട്ട് ബിന്ദു പ്രസവിച്ചു. സിസേറിയനായിരുന്നോ? വാഹത്തെ വെട്ടി എത്തിയതെടുത്തോ? ഒന്നുമില്ല, കീഴിലൊന്നുമില്ലല്ലോ, സുഖമായിട്ട് പ്രസവിച്ചു. ആ കുട്ടിക്ക് വല്ല അസുഖമുണ്ടോ? ഒന്നുമില്ല. ഒരു ആ കുട്ടിക്ക് ആരോഗ്യമൊക്കെ കൂടുതൽ കിട്ടി. അപ്പൊ ഡോക്ടറിനെ ഗർഭിണി പപ്പായ കഴിച്ചാൽ പോകുന്നുള്ളതുകൊണ്ട് അബോർഷൻ നടക്കുമെന്ന് കരുതിയിട്ട് ഡോക്ടറിനെ പറഞ്ഞേക്കുന്നതല്ലേ മറ്റേ വലിയ ആട്ടിക്കാൻ ആളില്ല. എന്നിട്ടാണ് പൊതുവെ ഈ ബിന്ദുമാരെ ഞാൻ പൊട്ടി എന്നാ വിളിക്കണത്, വെറുതെ അല്ല. ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടല്ല വെള്ള് പൊട്ടി. എന്നിട്ട് ഉള്ള പപ്പായ മുഴുവൻ കഴിച്ചു നോക്കി. അപ്പൊ കുട്ടിക്ക് കൂടുതൽ ആരോഗ്യവും ഉന്മേഷവും തേജസ്സും ഉണ്ടായി.
പപ്പായയും പഴവും കഴിച്ചാൽ കളയേണ്ടതാണെങ്കിൽ കളയാൻ പറ്റുമെന്നുള്ള മെച്ചമാണല്ലോ എന്നുള്ള ആൾക്കറിയാവോ? പ്രകൃതി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ശിശുവിനെ അല്ലാതെ പ്രകൃതിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് പുറത്തു വിടില്ല. അതിന് പറ്റാത്താണെങ്കിൽ കളഞ്ഞിട്ട് വേറെ ഉണ്ടാക്കാമല്ലോ. എന്തിനാ ഈ വൈകല്യമുള്ളതും മന്ദബുദ്ധിയായിട്ട് കിടക്കണേന്? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെ മുഴുവൻ സർക്കസ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. എന്നിട്ട് 6 മാസം 8 മാസമൊക്കെ ഗർഭിണി കിടപ്പ് കിടക്കണം, അനിയാ പൊട്ടിപ്പോയി. എന്നിട്ട് തൊട്ടാ പൊട്ടണം ഉണ്ണി ഉണ്ടാക്കും. അവൻ ജനിക്കുമ്പോൾ തുടങ്ങി ബ്രോയിലർ കോഴിക്ക് കൊടുക്കുന്ന പോലെ വാക്സിനും ബ്രോയിലർ ഫുഡും. ഡോക്ടർക്ക് പിന്നെ കൊയ്ത്താണ്. ജീവിതകാലം മുഴുവൻ ഒരു പേഷ്യന്റിനെ കിട്ടുകയാണ്. കുട്ടിക്കാലം ഈ സ്പോർട്സിലൊരു മുദ്രാവാക്യം കേട്ടിട്ടില്ലേ? ചെറുപ്പത്തിലേ പിടികൂടുക. അതിനാണ് ഈ പോളിയോ വാക്സിനൊക്കെ കൊടുക്കുന്നത്, ചെറുപ്പത്തിലേ പിടികൂടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വരുന്നുണ്ട്, ഡിസംബർ 29 വരുന്നുണ്ട്. കഴിയുന്നത്ര ആളുകൾ പറയുക ആഗോള ഗൂഢാലോചനയാണ്. അമേരിക്കയിൽ 1999 നിരോധിച്ച പോളിയോ വിഷമാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ വായിലേക്ക് ഇങ്ങനെ നിർത്താതെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ മനസ്സിന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ആകെ ഈ ഭൂമിയിൽ നല്ല കാര്യം ചെയ്യാൻ കൂടി വന്ന 5000 ദിവസം കിട്ടും. 5000 ദിവസത്തിന്റെ കാലയളവ് മാത്രമേ നന്മ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്നുള്ളൂ. അപ്പോ ജീവിതത്തെ അറിഞ്ഞ് മനസ്സിലാക്കി അനുഭവിച്ച് ജീവിക്കാത്ത മനുഷ്യൻ വിഡ്ഢിയാണ്. അവൻ ജനിച്ചത് തന്നെ കഷ്ടം. ഇതിനേക്കാൾ അത്ര നല്ലതാണ് പശു. പശുവിനെ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് ബ്രെയിൻ മാപ്പിങ്ങിന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പറയും. പശുവിനെ ബ്രെയിൻ മാപ്പിങ്ങിന് കയറ്റേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഒരു മൃഗം നുണ പറയണുണ്ടോ? അസത്യം വെച്ചുകൊണ്ട് ഒരു മൃഗം ജീവിക്കുന്നുണ്ടോ? ഒരു പക്ഷി മനസ്സിലൊന്ന് വിചാരിച്ച് പുറത്ത് ചിരിച്ച് കാണിക്കുന്നുണ്ടോ? കടിക്കാൻ തന്നെ വരുമ്പോ അറിയാം കടിക്കാനോ തന്നെയെന്ന്. മനുഷ്യൻ വരുമ്പോ കടിക്കാനോ കുത്താനോ വരണമെന്ന് അറിയാൻ പറ്റുമോ? എന്തൊരു ചിരി ചിരിച്ചുകൊണ്ടാണ് കത്തിയും പുറകെ വെച്ചിട്ട് വരണത്. ഇത് അവനിലുണ്ടാക്കുന്ന നമ്മിലുണ്ടാക്കുന്ന നമ്മളൊരു നുണ പറയുമ്പോ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഞടുക്കമുണ്ട്. 100 ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് ശരീരം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഈ 100 ട്രില്യൺ കോശങ്ങളും ഞെട്ടി. എന്താണെന്ന് മനസ്സിലാവണില്ല അവയ്ക്ക്. ഒരു ആത്മീയ ജീവിതം, സത്യസന്ധമായ ജീവിതം ആരോഗ്യത്തിന്, ജീവന്റെ നിലനിൽപ്പിന്, നമ്മുടെ ഉന്മേഷത്തിന്, പ്രസരിപ്പിനൊക്കെ എത്രത്തോളം ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ നുണ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്രവങ്ങളുടെ വ്യത്യാസം, കോശങ്ങളിൽ ഉണ്ടാകുന്ന ചില സ്രവങ്ങളുടെ റിവേഴ്സ് ഇഫക്റ്റ്. ഇപ്പൊ കോശങ്ങളിൽ ഉണ്ടാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ഇന്റർഫെറോൺസ്, അല്ലെങ്കിൽ ഹിസ്റ്റമിൻ, ഇതിന്റെ എല്ലാം താളം തെറ്റിയിട്ട് ഒരു സ്ഥിരമായിട്ട് നുണയും അല്ലെങ്കിൽ കാപട്യവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളിൽ ഉണ്ടാകുന്ന തകർച്ച, അത് ആ തകർച്ച അയാളുടെ ശരീരത്തെ കൊണ്ടുപോയി വീഴ്ത്തുന്ന കെണി, രോഗക്കെണി ഏതാണ് എന്ന് അയാൾക്ക് തന്നെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചികിത്സയ്ക്ക് അത് പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡോക്ടർമാര് കുറെ കൂടെ അത് പരിശീലിച്ചിട്ടുണ്ട്. ഈ ഒരു ധാരണയിൽ നമ്മളവരെ കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് കൂടെ നമ്മളൂടെ വന്ന് ചേർന്നതിന് ശേഷം, ഡോക്ടർ സൗമ്യ കൂടെ വന്നതിന് ശേഷം, ബേബി സാറ് ജോൺ ബേബി, നമുക്ക് ഡോക്ടർ അറിയോ? ഡോക്ടർ ജോൺ ബേബി പരിചയപ്പെടേണ്ട ഒരാളാണ്. അപ്പോൾ ആ ഒരു ടീം ഇന്ന് പ്രകൃതി ചികിത്സയും സൈക്കോളജിയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഗി കയറി വരുമ്പോൾ തന്നെ രോഗിയുടെ രോഗവും അതിന്റെ കാരണമായിട്ടുള്ള മനസ്സിന്റെ അസ്വസ്ഥതകളും മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ ഈ ബ്രെയിൻ മാപ്പിങ്ങിനൊന്നും നമ്മളെ പിടിച്ചുകൊണ്ട് ആരും കിടക്കുന്നില്ല എങ്കിലും പറയുന്ന നുണയുടെയും ചെയ്യുന്ന തെറ്റിന്റെയും ഒക്കെ തിരിച്ചടികളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കള്ളമില്ലാത്ത ഒരു ജീവിതം, ആദർശം നിത്യരസായനം എന്ന് പറയുന്ന ഒന്നാണ്. ഏറ്റവും ശരിയായ രസായനം ആദർശവാനായിരിക്കുക എന്നുള്ളതാണ്. അത് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ടല്ലോ, ആദർശശാലി തെറ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കൊരു ആദർശം ഉള്ളപ്പോൾ നിങ്ങൾ തെറ്റായിട്ട് ജീവിക്കില്ല, അങ്ങനെ തെറ്റുപറ്റി അതൊന്നുമില്ല. ആ ആദർശമില്ലാത്തവൻ 50,000 തെറ്റ് ചെയ്യുമ്പോൾ ആദർശമുള്ളവൻ 5000 തെറ്റേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ആദർശം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. അപ്പോ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, ഇതിനെ രണ്ടിനെയും നയിക്കുന്ന ഒരു ജീവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ച് പണിയാൻ പറ്റുള്ളൂ. ഒരു അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്തൊക്കെ സുന്ദരമായ ഒരു വീട് പണിയുന്നത് പോലെ നമ്മുടെ ജീവിതം പണിതെടുക്കാനായിട്ട് അതൊരു കലയാണ്.
അതിന്റെ ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒരു നിമിഷം പാഴായിപ്പോയാൽ തീർന്നു. ഇത് നമ്മെ ഏറ്റവും നന്നായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തിരക്കുകളുടെ ബഹളത്തിനിടയിൽ കാലൊടിഞ്ഞ ആട്ടിൻകുട്ടിയുടെ കാല് വെച്ച് കെട്ടി ഒന്ന് ശരിയാക്കി കൊടുക്കാനും, പൃഥ്വിരാജ ശാസ്ത്രിക്ക്, അഗാധ സംസ്കൃത പണ്ഡിതനായ പൃഥ്വിരാജ ശാസ്ത്രിക്ക് കുഷ്ഠരോഗം പിടിച്ചിട്ട് ആശ്രമത്തിന്റെ പിന്നാമ്പുറത്ത് ഒരാൾ വന്ന് നിൽക്കുന്നു, ഗാന്ധിജിയെ കാണണം. വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല, പോകാൻ പറഞ്ഞിട്ട് പോകണമില്ല, അവിടെ നിൽക്കുക. അവസാനം അന്തേവാസികളൊക്കെ രക്ഷയില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ എന്നാ ബാപ്പുവിനോട് പറഞ്ഞേക്കാന്ന് വെച്ചു. ഗാന്ധിജിയോട് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ആശ്രമത്തിന്റെ പുറയിൽ ഒരാൾ വന്നിട്ട് കുറെ നേരം നിൽക്കുന്നത്, വന്ന് കണ്ടോളാൻ പോയിട്ട് വന്നുമില്ല, പോകാൻ വന്നിട്ട് പോകുന്നുമില്ല. അക്കാലത്ത് കുഷ്ഠരോഗികൾക്ക് സാമൂഹിക ബഹിഷ്കരണമാണ്. ഇപ്പോഴത്തെ എയ്ഡ്സ് വേറെ പോലെ ഒന്നുമില്ല, അതിനേക്കാൾ ഭീകരമാണ്, അടിച്ചോടിക്കലാണ്. അപ്പോൾ കുഷ്ഠരോഗമാണെന്ന് മനസ്സിലായപ്പോൾ പൃഥ്വിരാജ ശാസ്ത്രി സ്വയം തീരുമാനിച്ചു, മനുഷ്യരുടെ കൺവെട്ടത്തു നിന്നും പോയേക്കാം, പോകുന്നതിന് മുമ്പ് ബാപ്പുവിനെ കണ്ടിട്ട് പോകണം, അതിന് വന്ന് നിൽക്കുക. ഗാന്ധിജി എന്നപ്പോ പൃഥ്വിരാജ ശാസ്ത്രിയാണ്. എന്താ ശാസ്ത്രികളെ ഇത്, വരൂ പറഞ്ഞു. ഞാൻ വരുന്നില്ല, ഞാൻ മനുഷ്യരുടെ കൺവെട്ടത്തു നിന്ന് തന്നെ പോയി, എനിക്ക് കുഷ്ഠരോഗമാണ്. നിങ്ങൾ എങ്ങും പോകുന്നില്ല, നിങ്ങൾ എന്നോടൊപ്പം തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ച പിടുത്തത്തിന് കൊണ്ടുവന്നിട്ട് തൻ്റെ കുടിലിന്റെ അടുത്ത് ഒരു കുടിലുണ്ടാക്കി അവിടെ കിടത്തി. ആശ്രമത്തിൽ പേടിയും ഞങ്ങളൊക്കെ വിട്ടുപോകുന്നൊക്കെ പറഞ്ഞു, പോണ്ടൊരു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ആദ്യമായിട്ട് സബർമതി ആശ്രമത്തില് ഒരു ഹരിജൻ കുടുംബത്തെ ഗാന്ധിജി കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോഴും കുറെ ആളൊക്കെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. ആശ്രമം ഡിസൈൻ ചെയ്ത മഖൻലാൽ ഗാന്ധി വരെ വിട്ടുപോയി. ഗാന്ധിജിയുടെ പെങ്ങള് രാഖി അദ്ദേഹം പറഞ്ഞു, എടാ മോഹൻദാസേ, എല്ലാവരും ഒക്കെ പോവുകയാണല്ലോ ആശ്രമത്തിൽ നിന്ന്, ഇങ്ങനെ ഹരിജനങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തൊട്ടുകൂടാത്തവരെ കൂടെ എങ്ങനെ താമസിക്കുക? ഏതായാലും ആരൊക്കെ പോയാലും എനിക്ക് നിന്നെ വിട്ടുപോകാൻ തോന്നണില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ തൊട്ടുകൂടാത്തവരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ നീ എന്നോട് പറയരുത്. എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിക്കോളാം, അതിന് നീ എന്നെ അനുവദിക്കണം. ഗാന്ധിജി പറഞ്ഞു, ഇവിടെ താമസിക്കുന്നവര് പൊതുവായ ഭക്ഷണശാലയിൽ നിന്ന് ഒന്നിച്ച് തന്നെ ഭക്ഷണം കഴിക്കും, അതിന് താല്പര്യമുള്ളവർ മാത്രം, തയ്യാറുള്ളവർ മാത്രം അവിടെ താമസിച്ചാൽ മതി, അല്ലാത്തവർക്ക് പോകാം. രാഘീഭവനും വിട്ടുപോയി. അങ്ങനെയുള്ള പല ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞാണ് ഗാന്ധി അല്ലെങ്കിൽ പൃഥ്വിരാജ ശാസ്ത്രി അവിടെ താമസിച്ചു. ഹരിജൻ ഫാമിലി താമസിച്ച പോലെ തന്നെ ദിവസേന രാവിലെ ഈ ചർച്ചയ്ക്കിടയിലും ബഹളത്തിനിടയിലും ഗാന്ധിജി പോയിട്ട് അദ്ദേഹത്തെ ഒഴിഞ്ഞു കൊടുക്കും, മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോ ഈ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വെറുതെ കളയുന്ന, അർത്ഥമില്ലാത്ത ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്ന ഏർപ്പാടുണ്ടായിട്ടില്ല. സമയത്തെ ജീവിത നിമിഷങ്ങളെ എങ്ങനെ അനുഭൂതി തലത്തേക്ക് കൊണ്ടുവരാം, ആസ്വാദ്യമാക്കാം, ജീവിതത്തെ നല്ലൊരു സദ്യയാക്കിയ മനുഷ്യനാണ് ഗാന്ധിജി. ഓരോ നിമിഷവും ആ മനുഷ്യൻ അറിഞ്ഞ് കടത്തിവിട്ടു. അപ്പോൾ ഓരോ ദിവസത്തെയും എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്ത ദിവസമാക്കി കടത്തിവിടാം എന്നുള്ളൊരു ചിന്തയാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടത്. പക്ഷെ അത് വേണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് അതിനുള്ളൊരു ആരോഗ്യം വേണമല്ലോ, ഉന്മേഷം വേണമല്ലോ. പ്രസരിപ്പൊന്നുമില്ല, ഒന്നും ചെയ്യാനും തോന്നണില്ല, കാലത്തെ എഴുന്നേൽപ്പ് തുടങ്ങി എങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കാര്യമുണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട്? ഒരു ജീവിതം ധന്യമാകുന്നത് ആരോഗ്യപരമായിട്ട് ആരോഗ്യത്തോടെ ആയിരിക്കുക എന്നുള്ളതല്ലാതെ ഈ ലോകത്തില് സന്തോഷം എന്ന് പറഞ്ഞ് വേറൊരു സാധനം ഇരിപ്പില്ല. ആരോഗ്യത്തോടെ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഭൂതി. ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ സമയപരിമിതി പോലെ കടക്കുന്നില്ല. വളരെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മുടെ ഈ ശരീരത്തെ ഏറ്റവും പരിശുദ്ധമായി നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ശരീരത്തോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ? ഈ ശരീരത്തോട് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ആ ഉത്തരവാദിത്വം എത്ര പേര് അറിഞ്ഞ് ബോധ്യപ്പെട്ട് ചെയ്യുന്നുണ്ട്? ഈ ശരീരത്തിന്റെ കാവൽക്കാരനാണ് വാസ്തവത്തിൽ ഞാൻ എന്ന് പറയുന്ന ഈ ജാഗ്രത. എന്റെ ജാഗ്രതയുണ്ടല്ലോ, എന്റെ ജാഗ്രത എന്തിനാണ് ആ ജാഗ്രത വേണ്ടേ? അല്ലെങ്കിൽ ഒരു പേഴ്സ് പോവുക എന്നുള്ള ജാഗ്രത ഉണ്ട്. അതിന്റെ 10-1 ജാഗ്രത എന്നോട്, എന്റെ ഈ ശരീരത്തോട് എനിക്കുണ്ടോ? ഇല്ല. ആ ജാഗ്രത ഉണ്ടെങ്കിൽ കണ്ണി കണ്ട ബേക്കറി സാധനവും
കഴിച്ചാൽ ആരോഗ്യം പുറകോട്ട് പോണ പൊറോട്ടയും ചൂയിങ് പോവും. ചാരായോ എടുത്ത് വായിലിടുവോ? അല്പമെങ്കിലും വിവരം ഈ ജന്തുവിനുണ്ടെങ്കിൽ ഈ പുക വലിക്കുവോ? ശരീരത്തിന് എന്താ വേണ്ടേ? നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം. ഇത് മൂന്നും കിട്ടിയാൽ ഈ ശരീരത്തെ തന്നെ വേറെ തരത്തിൽ നമ്മൾ കാണണം. ആർക്ക് ഈ ശരീരത്തെ 100 ട്രില്യൺ കോശങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നുവോ കാര്യങ്ങൾ എളുപ്പമായി. ആര് ഈ ശരീരത്തെ ഹൃദയവും കുടലും കരളും കരളിൻ്റെ ഉള്ളിൽ ബൈലും ബൈലിന് പറ്റിയ ബൈലും ഒക്കെ ഇട്ട് കാണുന്നോ അവൻ കുഴപ്പത്തിലായി. ഹൃദയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ എത്ര ജന്മം വേണം ഡോക്ടറെ ഹാർട്ടിനെ കുറിച്ച് പഠിക്കാൻ? എത്ര ജന്മം വേണം ഹാർട്ടിനെ കുറിച്ചൊന്ന്? ദ ഫങ്ഷൻസ് ഓഫ് ഹാർട്ട് എത്ര? 1.5 വർഷം കൊണ്ട് പഠിച്ചാൽ വല്ലതും ആവുമോ ഹാർട്ടിനെ കുറിച്ച്? ഹാർട്ടിന്റെ ഏതാണ്ട് സ്ട്രക്ചർ അതിനെക്കുറിച്ച് ശരിയായി പഠിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് 5 ജന്മങ്ങളും വേണ്ടി വരും, എന്നാലും തീരില്ല. ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന രീതിയെക്കുറിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തീരുകയല്ല. ഇത്രയും വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, തീരുകയല്ല. മെഡിക്കൽ കോളേജിൽ 1.5 വർഷം കൊണ്ട് തള്ളി വിടുക, അത് ശരിയാ, ദാറ്റ്സ് കറക്റ്റ്. ഈ മനുഷ്യ ശരീരത്തിൽ ഹാർട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം. ഹാർട്ട്, ലിവർ, എന്താണ് കിഡ്നി എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അങ്ങനെ ഒരു സാധനം മനുഷ്യ ശരീരത്തിൽ ഇല്ല. സമ്മതിക്കോ? സമ്മതിക്കില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പിന്നെ കാണാത്തവരെ എങ്ങനെ വിശ്വസിക്കണേ? നിങ്ങൾക്ക് ഹാർട്ടുണ്ടോ? ഇല്ലല്ലോ. ഹസ്ബൻഡ് പറഞ്ഞ പോലെയല്ല ഞാൻ പറയാം കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞാൽ പറയുന്നുണ്ടെങ്കിൽ പറയും, അതുപോലെയല്ല പറഞ്ഞത്. എന്താ ഹാർട്ട്? ഹാർട്ടിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? സെൽസ്, കോശങ്ങള്. മില്യൺ കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഹൃദയം. ഹൃദയത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? കോശങ്ങള്. കരളിന്റെ കോശങ്ങള്, കാലിന്റെ കോശങ്ങള്. ഈ കോശങ്ങളാകട്ടെ ജനിക്കുന്നു, 3 മാസം ഹൃദയത്തിൽ ജോലി ചെയ്യുന്നു, പിന്നെ മരിച്ച് പുതിയ കോശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സമ്മതിച്ചോ? മോഡേൺ മെഡിസിൻ തന്നെയല്ലേ ഇത്? അപ്പൊ 100 ട്രില്യൺ കോശങ്ങളിൽ കുറെ ട്രില്യൺ കോശങ്ങൾ കൂടിയിട്ട് ഓരോരോ ഓർഗനായിട്ട് ഉണ്ടാവും. കോശങ്ങൾ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുന്നു, ടിഷ്യൂസ് കൊണ്ട് ഓർഗൻസ് ഉണ്ടാകുന്നു, ഓർഗൻസ് ചേർന്ന് സിസ്റ്റംസ് ഉണ്ടാകുന്നു, സിസ്റ്റം ചേർന്നിട്ട് പല സിസ്റ്റങ്ങൾ ചേർന്നിട്ട് ശരീരമാകുന്നു. എന്താ സിസ്റ്റം? അവയവങ്ങൾ നമുക്കറിയാം. കോശങ്ങൾ ചേർന്ന് കലകളുണ്ടായി, കലകൾ ചേർന്നിട്ട് അവയവങ്ങളുണ്ടായി, അവയവങ്ങൾ ചേർന്നിട്ട് വ്യവസ്ഥകളുണ്ടായി, വ്യവസ്ഥകൾ ചേർന്ന് ശരീരം. എന്താ വ്യവസ്ഥ? എന്താ അവയവം? എന്താണെന്നറിയാമല്ലോ. ആമാശയം ദഹന വ്യവസ്ഥയിലെ ഒരവയവമാണ്. ചെറുകുടല്, വൻകുടല്, വായ, അന്നനാളം. ഈ അവയവങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് നമുക്ക് ദഹന വ്യവസ്ഥ ഉണ്ടായത്. അതിന് ഏതാണ്ട് ഒരു പൂർണ്ണതയില്ല. ഭക്ഷണത്തിന്റെ ദഹനത്തിന് അത് മതി. ഒരവയവം മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വ്യവസ്ഥകള് ശ്വാസോച്ഛ്വാസത്തിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, റിപ്രൊഡക്ടറി സിസ്റ്റം എന്നെല്ലാം വിളിക്കുന്ന സിസ്റ്റംസ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് ഹീലിംഗ് സിസ്റ്റം. അത് ഇന്റേണലി ഇൻഹെറിറ്റന്റ് എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സിസ്റ്റമാണ് ഹീലിംഗ് സിസ്റ്റം. അതിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് നിഷേധിക്കുകയാണ്. വാസ്തവത്തിൽ മോഡേൺ മെഡിസിനിൽ ലിമിറ്റേഷൻ ഉണ്ട്, അതിനൊരു പരിമിതിയുണ്ട്. കാണാവുന്നതേ അതിന് പറയാൻ സാധിക്കുകയുള്ളൂ. കാണാൻ പറ്റാത്ത ഒരെണ്ണത്തെ ലാബറട്ടറി കയറ്റി ടെസ്റ്റ് ട്യൂബിലിട്ട് തിരിച്ചും മറിച്ച് ഒഴിച്ച് ചൂടാക്കിയും മൈക്രോസ്കോപ്പിലൂടെ ഭൂതക്കണ്ണാടിയുടെ ഭൂതം കണ്ടുപിടിക്കാതെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജീവനെ കുറിച്ചും അതിന് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. ജീവനെ അംഗീകരിക്കുന്നത് തന്നെ വാസ്തവത്തിൽ ശാസ്ത്രവിരുദ്ധമാണ് കേട്ടോ. ഇദ്ദേഹത്തിന് ജീവനുണ്ടെന്നും ശവത്തിന് ജീവനില്ല എന്നും പറയുന്നത് ശാസ്ത്രവിരുദ്ധമാണ്. കാരണം നമുക്ക് തെളിയിക്കാൻ പ്രയാസമാണ്. ലാബറട്ടറി കയറ്റി കാണിച്ചു തരാൻ പറ്റുമോ ജീവന്? പറ്റുകയില്ല. അപ്പൊ ഈ ഹീലിംഗ് സിസ്റ്റം എന്നുള്ളത്
ജീവൻ എന്നുള്ളതിന്റെ ജോലിയാണ്, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവമാണ് ഹീലിംഗ് എന്നുള്ളത്. ജീവനില്ലാത്തതിന് ഹീലിംഗ് ഉണ്ടോ? ചത്ത് ജനിക്കുന്ന കുട്ടിയും ജീവനോടെ ജനിക്കുന്ന കുട്ടിയും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ വ്യത്യാസമുണ്ടോ? രണ്ടും ജനനമാണ്, രണ്ടും പ്രസവമാണ്, രണ്ടും ജനനമാണ്, രണ്ടും കുട്ടിയാണ്. എന്താ വ്യത്യാസം? ചത്ത കുട്ടിക്ക് എന്താ വ്യത്യാസം? കണ്ണില്ലേ? ഉണ്ട്. മൂക്കില്ലേ? ജീവനില്ല. ജീവനില്ലാത്തതുകൊണ്ടാണ് ശ്വസിക്കാൻ പറ്റാത്തത്, നടക്കാൻ പറ്റാത്തത്, കണ്ണു തുറക്കാൻ പറ്റാത്തത്. അപ്പൊ കണ്ണ്, ഈ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരുടെ ചുമതല, ആരുടെ കൺട്രോളിൽ, ആരുടെ പ്രോപ്പർട്ടിയാണ്? ജീവന്റെ പ്രോപ്പർട്ടിയാണ്. വാസ്തവത്തിൽ ഈ ശരീരത്തിനുള്ളിലേക്ക് ജനിക്കുന്ന സമയത്ത് ജീവൻ അങ്ങോട്ട് ഓടിക്കേറിയിട്ട് സ്ഥാനം ഉറപ്പിക്കുകയാണോ? പിന്നെ എപ്പോഴാ ജീവൻ വന്നിരിക്കണേ? മുമ്പിൽ ഇതെല്ലാം പ്രൊഡക്ഷൻ പൂർത്തിയായതിനു ശേഷം ബാറ്ററിയൊക്കെ വെച്ച് പെട്രോൾ ഒഴിച്ച് കീട്ട് തിരിച്ചപ്പോ സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഓടി വരികയാണോ? ജീവൻ എപ്പോഴാണ് ഈ ശരീരത്തിൽ വന്ന് കയറുന്നത്? ശരീരമെല്ലാം നിർമ്മിച്ച് അമ്മയുടെ ശരീരം ജീവനെ വിളിച്ച് ക്ഷണിച്ച് വന്നിരുത്തുകയാണോ? അതോ ജീവൻ വന്ന് അതിന് വ്യാപരിക്കാൻ, അതിനോടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാഹനത്തെ ഉള്ളിലുണ്ടാക്കിയെടുത്തതാണോ? ജീവനാണ് ആദ്യം. എന്താ സംശയം? മനുഷ്യ ശരീരം ജീവനാൽ നിർമ്മിതമാണ്, ജീവന് വേണ്ടി നിർമ്മിതമാണ്. ഈ ശരീരം നമ്മുടെ ഓരോരുത്തരും വിചാരം നമുക്ക് തോന്നി അതൊക്കെ ജീവിക്കാനുള്ളതാണ് ഈ ശരീരം എന്നാണ്. അല്ല, ജീവന്റെ വിശുദ്ധമായ നിയമങ്ങൾക്കനുസരിച്ച്, വിശുദ്ധമായ താല്പര്യത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ വ്യവഹരിക്കാനാണ് ജീവൻ ഈ ശരീരത്തെ ഉണ്ടാക്കിയെടുത്ത് തന്നിട്ടുള്ളത്. അതിന്റെ കാവൽക്കാരനാണ് ബോഡിയിലിരിക്കുന്ന ജീവന്റെയും ബോഡിയുടെയും കാവലാണ് ഞാൻ നടത്തേണ്ടത്. അതുകൊണ്ട് എന്റെ ചുമതല എന്താ? എന്റെ ഡ്യൂട്ടി എന്താ? നല്ല വായു ശ്വസിക്കുക, നല്ല വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, അതിക്രമങ്ങളിൽ നിന്ന് ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുക. ആപത്തിൽ കൊണ്ടുവിടരുത്. ട്രെയിനിന്റെ മുമ്പിൽ കൊണ്ട് ഒന്നും കൊടുക്കരുത്. ട്രെയിനിന് ഓടി വരുന്ന ട്രെയിനോട് ബലം പിടിച്ചൊന്നും നോക്കാൻ ഒന്നും നോക്കരുത്. വിവേകത്തോടെ അതിക്രമങ്ങളിൽ നിന്ന് ഇതിന് സംരക്ഷണം കൊടുക്കുക. ഈ ശരീരത്തിന് പ്രത്യേക ചൂട് ആവശ്യമാണ്. വലിയ തണുപ്പിൽ കൊണ്ടുവിടരുത്, ബോർമയുടെ ഉള്ളിലും കയറ്റി വെക്കരുത്. സംരക്ഷിക്കണം ഞാനിതിന്, ഈ ശരീരത്തെ ഞാൻ സംരക്ഷിക്കണം. അതിന് അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രതകൾ ഈ ശരീരത്തിന് ജീവൻ തന്നെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് കണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ സിനിമ മൂക്കരെ അശ്രീകരമായിട്ട് ഇങ്ങനെ വളരെ മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല മുഖം, പക്ഷേ ഈ മൂക്കിരിക്കണോണ്ട് കൊടുക്കാൻ തോന്നും മോന്തക്കിട്ട് കാറെ കീറ്. അതുപോലെ അശ്രീകരമായിട്ടാണ് വളരെ മൂക്കിരിക്കുന്നത്. എന്തിനാ ഈ മൂക്കനെ ഇവിടെ കൊണ്ടുവന്ന് കുത്തി വെക്കണേ? എന്തിനാ മൂക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്? ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനെ നിറുകെ വെച്ചാൽ പോരെ? അല്ലെങ്കിൽ കഷത്ത് വെച്ചിട്ട് കൊടുക്കാനായിട്ട് കയ്യിനെ കാണിച്ചാൽ പോരെ? ഒരു കുരങ്ങ് കാട്ടിലൂടെ നടക്കുമ്പോ അതിന്റെ ഭക്ഷണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? മനസ്സാ എല്ലാവർക്കും കുരങ്ങ് എന്തോ കണ്ടു, ഒരു സംശയം. കണ്ണുകളാണ് ആദ്യം. ഈ അന്ധന്മാർക്ക് ഭക്ഷണത്തിന്റെ റേഞ്ച് കുറയും. അപ്പൊ കണ്ടപ്പോ ഒരു സംശയം, ഭക്ഷണമാണെന്ന് തോന്നണം. അപ്പൊ അതൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് തൊട്ട് നോക്കും. ചാടി തിരിച്ചടിക്കോ കടിക്കോ, ജീവനുണ്ടോ ഇല്ലയോ, ഒന്ന് തൊട്ട് നോക്കി. അങ്ങനെയില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചും മറിച്ചു നോക്കും. കൊള്ളാം, കഴിക്കാൻ പറ്റിയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും കൂട്ടാ? അതിനാണ് മൂക്കിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. മണം കൊണ്ട് യോഗ്യമല്ലാത്ത യാതൊന്നും വായിലേക്ക് പോകാൻ പാടില്ല. കണ്ണ് ലൈസൻസ് കൊടുക്കണം, മൂക്ക് റെഡി പറയണം. മണം കൊണ്ട് യോഗ്യമല്ലാത്ത ഒന്നും അകത്ത് പോകാൻ പാടില്ല. എന്നിട്ട് പതുക്കെ മണം കൊണ്ട് കൊള്ളാം, നല്ല മാമ്പോ. മണത്തി കഴിഞ്ഞപ്പോ മോശമാണെങ്കിലോ? മനുഷ്യനും കുരങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ? മണം കൊണ്ട് മോശമാണെങ്കിൽ മനുഷ്യൻ മൂക്ക് ഒട്ടി പിടിച്ചിട്ട്
ഇതാണ് മനുഷ്യന്റെ മഹത്വം. കുരങ്ങ് അത് ചെയ്യുന്നില്ല. കുരങ്ങ് മണത്തിട്ട് നോക്കി മത്സ്യം എറിഞ്ഞേക്കും. പിന്നെ അടുക്കളയിൽ വെക്കുന്ന അമ്മയാണെങ്കിൽ ഇതുപോലെ ഈ ഏർപ്പാട് അമ്മമാർക്ക് നമ്മുടെ നാട്ടിൽ ആയി തുടങ്ങിയിട്ടില്ല, പുറത്തുണ്ട്. അടുക്കളയിൽ വെക്കുന്ന അമ്മയാണ് മണം വന്നെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ? അരച്ചിട്ട് കുറച്ചുകൂടെ ഉപ്പും കുറച്ചുകൂടെ മുളകും കൂടി അങ്ങനെ ഇട്ടിട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുക്കും. ഈ ശവപ്പെട്ടിക്കകത്ത് നിന്ന് 2ാം വാരം 3ാം വാരം ഹോം മോർച്ചറി ഉണ്ടല്ലോ, വീട്ടിലെ ശവപ്പെട്ടി, അതിനുള്ളിൽ നിന്ന് ഒരു ദിവസം തിന്ന് ബാക്കിയുള്ള ശവം, ആഹാര ശവം മുഴുവൻ കൂടെ എടുത്തിട്ട് തിരിച്ചു വെക്കും. പിറ്റേ ദിവസം ഇറക്കും. പിന്നെ ശവത്തെ ചൂടാക്കും, തിരിച്ചു വെക്കും. പിന്നെ അതിന് മണം വന്നു കഴിഞ്ഞാൽ നാറാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുളകും കുറച്ചുകൂടെ ഉപ്പും കൂടി ഇട്ടാലുണ്ടല്ലോ അറിയില്ല. ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഹോട്ടൽ ഫുഡിന് ഉപ്പ് കൂടുതലാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അവൻ 4 ദിവസമെങ്കിലും പഴക്കമുള്ളതാണ്. എരിവും കൂടെ കൂടുതലാണെങ്കിൽ അതിനെ നമസ്കരിച്ചിട്ടേ തിന്നാവൂ. കാരണം മൂത്തവരെ ബഹുമാനിക്കണം. നമ്മേക്കാൾ വയസ്സിന് മൂത്തവരെ നമ്മൾ ആദരിക്കും, നമസ്കരിക്കണം. അതുകൊണ്ട് ഉപ്പും മുളകും കൂടെ കൂടുതലാണെങ്കിൽ അത് നമസ്കരിച്ചിട്ടേ തിന്നാവൂ. തിന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ കഷ്ടകാലം നിങ്ങൾ തുടങ്ങുന്നുള്ള വേറെ കാര്യം. അപ്പോ മണത്ത് നോക്കി, മണം കൊണ്ട് കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോരാൻ എന്താ ചെയ്യാ? പിന്നെ എന്ത് ചെയ്യും? നാക്കി നോക്കും. നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, വായിലോട്ടണില്ല. പിന്നെ ഒന്ന് കാരി നോക്കും. പിന്നെ ചാപ്പിടാൻ തുടങ്ങും. ഇത്രയും ജാഗ്രതയാണ് ഉള്ളിൽ ജീവന് തുടരാനാകുന്ന ഒരു അന്തരീക്ഷം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ കഴിക്കുന്ന ഒരു സാധനം വിഷാംശം നിറഞ്ഞൊരു കായാണെങ്കിൽ ജീവന് അവിടെ തുടരാൻ സാധിക്കില്ല. അപ്പൊ ജീവന് ഈ ശരീരത്തിൽ തന്നെ തുടരാനുള്ള ഒരവസ്ഥ നൽകാൻ വേണ്ടിയിട്ട് ഇത്രയും ജാഗ്രതകളാണ്. മനുഷ്യൻ ഇതിനേക്കാൾ അല്പം കൂടെ ജാഗ്രത പാലിക്കണം. കാരണം ഈ കഴിക്കുന്ന സാധനം ദഹനവിധേയമാകുമോ, ദഹിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൽ അബ്സോർപ്ഷന്റെ ഒരു ഘട്ടത്തില് തകരാറുണ്ടാക്കുമോ, കഴിക്കുന്ന സാധനങ്ങളുടെ ഇന്റർ ആക്ഷനിൽ 2 സാധനങ്ങൾ ചേർന്ന് കൂടുതൽ ദോഷം ഉണ്ടാകുമോ? ഇപ്പൊ പാലും തൈരും ഇറച്ചിയും മുട്ടയും മീനും ഒക്കെ കൂടി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വലിയ താമസമില്ലാണ്ട് തട്ടിപ്പോകാൻ പറ്റും. എല്ലാ ദിവസവും ഇങ്ങനെയാണ് കഴിച്ചേക്കണം. ആർത്രൈറ്റിസ്, അൾസർ, മലബന്ധം, നിരവധി രോഗങ്ങൾക്കുണ്ടാകും. കാരണം തമ്മിൽ ചേർക്കാൻ ഒരിക്കലും പാടില്ലാത്ത സാധനങ്ങളാണ് നിങ്ങൾ തമ്മിൽ ചേർത്ത് കഴിക്കുന്നത്. ഇവിടെയാണ് ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഗതികേടാവുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് തമ്മിൽ ചേർക്കാൻ വയ്യാത്തതായിട്ട് വളരെ വളരെ കുറച്ച് സാധനങ്ങൾ വരുന്നുള്ളൂ. അത് തന്നെ തമ്മിൽ ചേർന്നാലും വലിയ ആപത്തുണ്ടാക്കുന്ന സാധനങ്ങളല്ല. ഇപ്പോൾ അനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീനും പോലും തമ്മിൽ ചേർക്കാൻ പാടില്ല. പയറും ഇറച്ചിയും കൂടി കഴിക്കുന്നത് തെറ്റാണ്. കാരണം പയറ് വെജിറ്റബിൾ പ്രോട്ടീൻ, ഇറച്ചി അനിമൽ പ്രോട്ടീൻ, പാല് പോലും ആനിമൽ പ്രോട്ടീനാണ്. പലർക്കും സസ്യാഹാരമാണ് പാല്, വെജിറ്റേറിയന് പാല് കുടിക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പാല് വെജിറ്റേറിയൻ അല്ല, പഞ്ചസാര പോലും വെജിറ്റേറിയൻ അല്ല, കരിമ്പിനാണിക്കും ഉണ്ടാവുന്നത്. പക്ഷേ എല്ലുപൊടി കൊണ്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഈ പഞ്ചസാര ഉണ്ടാക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് വരെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഒരു ആഹാരം എന്നുള്ളത് തുടങ്ങിയിട്ട് ഓരോ കാര്യത്തിലുമുള്ള ഈ ജാഗ്രതയാണ് ഈ ശരീരത്തോട് നമ്മൾ പുലർത്തേണ്ട നീതി. തെറ്റായ ഒരു അംശം പോലും ഉള്ളിൽ കടക്കാൻ പാടില്ല. ഈ ശരീരമായി തീരുന്നത് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ദഹിച്ചതിന് ശേഷമാണല്ലോ. അപ്പൊ പഴം തന്നെ തിന്നുന്ന ഒരാളിൽ പഴം ദഹിച്ച് ആ പഴത്തിന്റെ സ്വഭാവമുള്ള പഴത്തിന്റെ ഘടന അല്ലെങ്കിൽ അതിന്റെ കോശങ്ങളെല്ലാം രൂപാന്തരം പ്രാപിച്ച് രക്തമജ്ജ മാംസാദികളാകുന്നു. അപ്പൊ ഞാൻ തക്കാളി തിന്നുന്നു, തക്കാളി തിന്നുന്ന ഞാൻ എന്തായിട്ട് മാറുന്നു? എന്നെ ഒരു പുലി തിന്നുന്നു. എന്നെ പുലി തിന്നു ഞാൻ പറയില്ല, തന്നെ പുലി തിന്നു പറയാം. അല്പം കൂടെ ഒരു സെൻസ് ഉണ്ട്. കാരണം എന്നെ പുലി തിന്നില്ല, തിന്നാ പുലിയുടെ കഷ്ടമായാലോ, എന്നെ കുത്തിച്ചെറിയിട്ട് മുടിച്ചുകൊണ്ട് പിന്നൊന്നും തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുലി തിന്നു. ശരിയായ സാധ്യതയുള്ള കാര്യമല്ലേ? തന്നെ തിന്നുന്ന പുലി ഇതേയുള്ള പുലിയാണ്, എന്നെ തിന്നുന്ന പുലി പാവം പുലി. അപ്പോ അതെ,
അപ്പൊ ഈ താൻ ആരാകും? അപ്പോ തന്നെ പുലി തിന്നു, താൻ ദഹിച്ച് പുലിയുടെ രക്തവും മജ്ജയും മാംസമായ താൻ ആരായി? ജന്മം കൊണ്ട് കളിക്കുന്നത് ഇങ്ങനെയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ജ്ഞാനപ്പാനെ പാടും നമ്മള്. ഈച്ച ചാത്തവര് പൂച്ചയായി പിറക്കുന്നു, അജൻ ചത്ത് ഗജമായി പിറക്കുന്നു, നരൻ ചത്ത് നാരി ചത്തിട്ടോ അതവര് പറയൂല. വല്ല വനിതാ വിമോചനം കേട്ടി കഴിഞ്ഞാൽ പോയി കേസ് കൊടുക്കും പൂന്താനത്തിനെതിരെ. അപ്പോ ഞാനൊരു തക്കാളി തിന്നുന്നു, ആ തക്കാളിക്ക് എന്ത് സംഭവിക്കുന്നു? ആ തക്കാളിയാൽ എനിക്കെന്ത് സംഭവിക്കുന്നു? ഞാൻ തിന്നാതെ ഈ തക്കാളി പറമ്പിലേക്ക് വലിച്ചെറിയുന്നു, എന്ത് സംഭവിക്കുന്നു ആ തക്കാളിക്ക്? അത് ഇതുവരെ വലിച്ചെറിഞ്ഞിട്ട് നോക്കിയിട്ടില്ല. അപ്പോ ഗവൺമെന്റ് പറഞ്ഞ് പ്രകൃതി കൃഷി ചെയ്യണമെന്ന് 100 കണക്കിന് ചെടികളാകാനായിട്ട് ഒരു തക്കാളിക്ക് സാധിക്കും. ചെടിയായി എന്ന് പറഞ്ഞുകൊണ്ട് ചെടികളായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നാലേ. ഭാഷ പ്രയോഗിക്കുമ്പോ ശരിയാക്കി പ്രയോഗിക്കണമല്ലോ. ഹൈബ്രിഡ് ആയിരിക്കും. ഇപ്പോഴും ഹൈബ്രിഡ് ഒന്നുമേ ഉണ്ടാകാതെ മുളയുണ്ടാകാത്ത ഈ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നൊരു സാധനം വന്നില്ലേ? അപ്പോൾ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു ഇതിനെ കോഴിന്ന് വിളിക്കാൻ പറ്റൂല. അവര് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സയന്റിസ്റ്റുകൾ അവരുടെ ഹൈബ്രിഡ് കോഴി ഉണ്ടാക്കിയെന്ന്, കോഴി എന്ന സാധനം ഉണ്ടായത്, അവര് പറഞ്ഞു കോഴിന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ലൈസൻസ് കൊടുത്തില്ല. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യുന്നറിയാമോ? കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് വിളിച്ചില്ല, KFC എന്ന് വിളിക്കാൻ തുടങ്ങി. അതിപ്പോ നമ്മുടെ നാട്ടിലെ ആളൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് തിന്നണത്. ഇതിന്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് കോഴികളാണ് ഒരു ദിവസം അവർ പ്രിപ്പയർ ചെയ്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും. അപ്പൊ ഈ പൂടെയുള്ള കോഴിയാകുമ്പോൾ ഇത് പറിക്കാനായിട്ട് പ്രയാസമല്ല. കൂടുതൽ സ്റ്റാഫ്, കൂടുതൽ മനുഷ്യനെ ജോലിക്ക് വെക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ പൂടയില്ലാതെ തന്നെ കോഴി ഉണ്ടാവണം. അപ്പൊ റെഡിമെയ്ഡ് അത് കട്ട് ചെയ്ത് വിട്ടാൽ മതി. അങ്ങനെയാണ് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ അവരുണ്ടാക്കിയത്. പൂടയില്ല. അതിനെയാണ് FDA ഇതിനെ കോഴിന്ന് വിളിക്കാൻ പറ്റില്ല, ഇതെന്ത് സാധനം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് തന്നെ സംശയം. അപ്പോ തക്കാളി പല മുളകളായിട്ട് മുളയ്ക്കുകയാണ്. ആ മുളയിൽ നിന്നോ തക്കാളികൾ 100 കണക്കിന് തക്കാളികൾ ഉണ്ടാകുന്നു. ആ തക്കാളികളിൽ നിന്നോ ആയിരക്കണക്കിന് 10,000 തക്കാളികൾ തലമുറകളിലേക്ക് ഉണ്ടാകുന്ന ആ തലമുറകളുടെ ജീവന്റെ ചെറിയ ഒരു ചെപ്പാണ് നമ്മൾ തിന്നുന്ന ഒരു തക്കാളി. മണ്ടൻ മെഡിസിന് അത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സിങ്ക്, കോപ്പറൊക്കെയാണ്. നമുക്ക് തക്കാളി എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഇരിക്കുന്ന ജീവന്റെ ശക്തിയാണ്, ജീവനാണ്. ഇതിനെ ലാബറട്ടറി കയറ്റി കാണിച്ചു തരാൻ പറ്റുമോ? പറ്റൂല. ഇവിടെയാണ് ഈ മോഡേൺ മെഡിസിന്റെ ഒരു ലിമിറ്റേഷൻ അവിടെയാണ്. അപ്പോ ഈ തക്കാളിയെ ഞാൻ തിന്നുമ്പോൾ എനിക്കെന്താ കിട്ടിയേക്കണേ? ആ ജീവശക്തിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവനുള്ള ഭക്ഷണത്തെ ആരോഗ്യം വേണ്ടവർ, ജീവോന്മേഷം വേണ്ടവർ ജീവനിരിക്കുന്ന ഭക്ഷണത്തെ കഴിയുന്നത്ര കഴിക്കണം. തക്കാളി കറി വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. തക്കാളി എന്താണ് ടൊമാറ്റോ ഫ്രൈ കഴിച്ചിട്ട് കാര്യമില്ല. പച്ചയ്ക്ക് തന്നെ തിന്നണം. കുക്ക് ചെയ്യേണ്ടത് ആരുടെയാണ് ജോലി? കുക്ക് ചെയ്യേണ്ട ജോലി ആരുടേതാ? അമ്മയുടെ. കുക്ക് ചെയ്യാനുള്ള ആളുകൾ ശരീരത്തിനുള്ളിൽ ഇരിപ്പുണ്ട്. 100 ട്രില്യൺ ഇരിക്കുകയാണ് കുക്ക് ചെയ്യാനുള്ള അടപ്പുകൾ. നമ്മുടെ സെല്ലുകളാണ് കുക്ക് ചെയ്യേണ്ടത്, പുറത്തല്ല, അടുപ്പ് കൂട്ടിയിട്ടല്ല, തീയിലിട്ടല്ല കൊല്ലേണ്ടത്. ഒരു തക്കാളിയെ നിങ്ങൾ വേവിക്കുന്നതോടെ തക്കാളി ചത്തു. ജീവൻ എങ്ങനെയാ? നമുക്കൊരു ധാരണ ഉണ്ട് വേവിച്ചതാണ് നല്ലതെന്ന്. ഇന്നൊരു കാര്യം ചെയ്യും, ഇന്ന് പോയിട്ട് നല്ലൊരു കലത്തിൽ വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. നന്നായിട്ട് വെട്ടി തിളച്ച് ഒരു 10-15 മിനിറ്റോളം തിളപ്പിക്കുക. നല്ല ചൂട് വരുമ്പോണ്ടല്ല ഈ കയ്യങ്ങോട് മുക്കി തിളപ്പിച്ചങ്ങോട്ട് എടുക്കുക, നന്നാവും. വെന്തതല്ലേ നല്ലത്, വേഗാത്തൊക്കെ മോശമല്ലേ. ഈ കയ്യങ്ങ് വേവിച്ച് നന്നായിട്ട് വേവിക്കണം കേട്ടോ, കുറച്ചൊന്നും പോരാ. വേവിച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭേഷായിരിക്കും. അല്ലെങ്കിൽ ഈ കൈ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റും. വേവിച്ചാലോ തീർന്നു, അന്നത്തെ കൊണ്ട് തീർന്നു. ഒരു കുമ്പളങ്ങ കെട്ടിത്തൂക്കിയിട്ടോളൂ, എത്ര നാള് എത്ര മാസം വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം. അതിനൊന്ന് വേവിച്ചിട്ട് വെച്ചാലോ, വെറുതെ കുമ്പളങ്ങ വെച്ചാലേ പ്രാണിയൊക്കെ ഒന്ന് കുത്തും. വെന്തട്ടൊക്കെ തൂക്കിയിട്ടാലോ അന്നത്തെ കൊണ്ട് തീരും. ഒരു സാധനത്തെ നമ്മൾ വേവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നാശം ആരംഭിച്ചു. വെന്തതിനുള്ളിൽ ജീവശക്തി ഇരിക്കുമോ? വെന്ത തക്കാളി എന്താണ് അണുവിമുക്തമാക്കിയ തക്കാളി നമുക്ക് നട്ടുകളയാം.
അണു മൂത്താക്കാനായിട്ട് നമുക്ക് ഭയങ്കര പ്രഷറിൽ അങ്ങ് ചൂടാക്കിയിട്ട് തക്കാളിയൊക്കെ അങ്ങോട്ട് ചൂടാക്കി നന്നായി വേവിച്ചെടുത്തിട്ട് നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മുളയ്ക്കും. അപ്പോ ആ ജീവശക്തി അവിടെ ചത്തു. പക്ഷെ ഒരു മെച്ചം, ഒരു ചെറിയ തല പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ടാവും. അപ്പൊ ഈ ഇറച്ചി തിന്നുന്ന ആളുകൾക്കൊക്കെ ഒരു ജീവശക്തി ഇല്ലേ? ഉണ്ട്. ഇറച്ചിയോ അല്ലെങ്കിൽ വേവിച്ച് തിന്നു കഴിഞ്ഞാൽ ജീവശക്തി മുഴുവൻ പോകുമെന്ന് പറയാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സെൽ ലൈഫ്, മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാ ജീവപ്രക്രിയയും തീരുന്നില്ല. ആ കോശങ്ങളുടെ ജീവിതം 4 മണിക്കൂർ കൂടി ഉണ്ടാവും. നമ്മൾ തൊട്ടു നോക്കുമ്പോൾ ഒരു അരമണിക്കൂർ വരെയൊക്കെ ചെറിയ ചൂടൊക്കെ തോന്നും, പിന്നെ തണുത്തു, പിന്നെ മരവിച്ചു ഒക്കെ പോകുന്നുണ്ട്. ഈ മരവിപ്പിലൂടെയാണ് ഫോറൻസിക് സയൻസ് ഒരു മനുഷ്യൻ എപ്പോഴാണ് മരിച്ചതെന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ശവം കിടക്കുന്നത് കമിഴ്ന്നാണെങ്കിൽ ആ കമിഴ്ന്ന് കിടക്കുന്ന നെഞ്ചിന്റെ ഭാഗത്ത് വയറിന്റെ ഭാഗത്തെല്ലാം രക്തം വന്നിങ്ങനെ കട്ടയാവുക. അത് കഴിഞ്ഞിട്ടാകുന്ന ലൂസ് ആകും. പിന്നെ അങ്ങനെ ആ ഘട്ടങ്ങൾ വെച്ചിട്ടാണ് മോഡേൺ മെഡിസിനിൽ പോസ്റ്റ്മോർട്ടത്തിലെല്ലാം ഈ ശരീരം എപ്പോഴാണ് മരിച്ചിരിക്കുക എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ വിഷമുള്ള ഭാഗത്ത് നിറമാറ്റം, തൊലിക്കുള്ള നിറമാറ്റത്തിൽ പ്രഥമദൃഷ്ടി അറിയാനുള്ള ഒരു വഴി അതാണ് അതിന്റെ നിറം മാറ്റം. അപ്പോ നമ്മുടെ ഈ ശരീരത്തിലേക്ക് ചെല്ലുന്ന ആഹാര സാധനങ്ങൾ അതിന്റെ സ്വഭാവം ശരീരത്തിൽ കാണിക്കണം. തക്കാളി നമ്മൾ തിന്ന് തക്കാളി ദഹിച്ചുണ്ടാകുന്ന കോശം, പഴം തിന്ന് പഴം ദഹിച്ചുണ്ടാകുന്ന കോശം, കരിക്കും വെള്ളം കുടിച്ച് കരിക്കും വെള്ളത്തിൽ നിന്നുണ്ടായി വരുന്ന കോശം, തൊട്ടാൽ നാറുന്ന മീൻ തിന്നിട്ട് നാറുന്ന മീനിന്റെ കോശങ്ങളുടെ ശരീരം, ഇറച്ചിയുടെ ശരീരത്തിന്റെ കോശങ്ങൾ, അതിന്റെ ആന്തരാവയവങ്ങൾ വ്യത്യാസം ഉണ്ടാവുമോ? എന്ത് വ്യത്യാസം ഉണ്ടാവും? കോഴി തന്നെ തിന്നു വരുന്ന ബ്രോയിലർ ചെക്കന്മാരെ, ബ്രോയിലർ ചിക്കൻ തിന്നുന്ന ബ്രോയിലർ ചെക്കന്മാരെ ഞങ്ങളിപ്പോ ധാരാളം കാണുന്നുണ്ട്. ഈ ബ്രോയിലർ ചെക്കന്റെ ശരീരവും ബ്രോയിലർ കോഴിയുടെ ശരീരവും തമ്മിൽ സാമ്യം ഉണ്ടാവുമോ? ഇറച്ചി തിന്നിട്ട് ഇറച്ചി ദഹിച്ച് രക്തമജ്ജ മാംസാദികൾ ഉണ്ടാകുന്നതും പഴം തിന്ന് പഴം ദഹിച്ച് രക്തമജ്ജ മാംസാദികൾ ഉണ്ടാകുന്നതും ക്വാളിറ്റിയിൽ ആ ശരീരത്തിന്റെ വ്യത്യാസം എന്തായിരിക്കും? ഭയങ്കര വ്യത്യാസമാണ്. അപ്പോ ഒരു ശരീരത്തെ നിർമ്മലമായിട്ട് അഴുക്കുകളിരിക്കാതെ തെറ്റായ കോശങ്ങൾ ഉണ്ടാകാതെ ശരിയായ ഇഷ്ടികകൾ കൊണ്ടൊരു വീടുണ്ടാക്കുന്നത് പോലെ പണിതുണ്ടാക്കി അതിനെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നവനാണ് ഭാഗ്യവാൻ. അതിനൊരു അസാധാരണമായിട്ടുള്ള ഭാഗ്യം കിട്ടണം. ഈ സന്തോഷനും ഡോളിമണി അങ്ങനെ ഒക്കെ ഒരു രോഗമില്ലാണ്ട് സലിമാഷൊക്കെ ഒരു രോഗമില്ലാണ്ട് ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എത്ര വർഷം അവരെ കാണുന്നത്? അവരങ്ങനെ തന്നെ ഉണ്ട്. എപ്പോഴും അവർക്ക് സന്തോഷമാണ്, ഒരു രോഗമില്ല. കാരണം രോഗകാരണങ്ങൾ ശരീരത്തിന്റെ ഘടനയ്ക്ക്, ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് തകർച്ചയുണ്ടാക്കാത്ത വസ്തുക്കൾ രോഗ കാരണമല്ല. ശരീരത്തിന്റെ ഈ സുസ്ഥിതിക്ക്, ശരീരത്തിന്റെ ഒരു ചൂടുണ്ട്, ആ ചൂട് കൂട്ടിക്കളയുന്ന ഏത് സാധനവും ശരീരത്തിന് ആപത്താകും. ശരീരത്തിന്റെ ചൂട് കൂട്ടുന്നത്, ശരീരത്തിന്റെ ദഹനത്തിന് പ്രയാസം ഉണ്ടാക്കുന്നത്. പൊറോട്ട ഇറച്ചിയും കൂടി കാലത്ത് പോയി കഴിക്കണം എന്തിനാ? പൊറോട്ട ഇറച്ചിയും കൂടെ കാലത്ത് പോയി പണിക്കാർ കഴിക്കുമ്പോൾ പറഞ്ഞെന്താ പറയാമോ? ഇവരെ ഒന്ന് കാലത്തെ കഴിച്ചാൽ വൈകിട്ട് വരെ വിശക്കൂല, പിന്നെ വിശക്കൂല. എന്നാ പിന്നെ കുറെ കല്ലെടുത്ത് നിന്നാ പോരെ, കല്ലെടുത്തിട്ടൊക്കെ കഴിയില്ല, പിന്നെ വിശക്കേയില്ലല്ലോ. അപ്പോട്ടെ ഇവൻ കാലത്തെ പോയിട്ട് മൂക്കറ്റം പൊറോട്ട ഇറച്ചിയും കൂടെ തിന്നുന്നത് വൈകിട്ട് വരെ വിശക്കൂല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ 10 മണിയാകുമ്പോ പിന്നെ ഇവനെവിടെ കാണും? ചായക്കട പിന്നെയും കാണും, വടയും ചായയും കഴിക്കും. ഉച്ചക്കോ? ഉച്ചക്ക് അവൻ കാലത്ത് കഴിക്കേണ്ട 30 മിനിറ്റ് കഴിക്കും, വൈകിട്ട് വരെ വിശക്കൂലെന്ന് പറഞ്ഞിട്ടാണിത്. എവിടെയാ പൊയ്യെ ഉള്ളി ഇരിക്കുന്നത്? എന്താണ് വല്ല മന്ത്രവാദമോ കൂടോത്രമൊക്കെ ചെയ്തിട്ട് ഈ ചലന സാധനങ്ങളെ മുഴുവൻ എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തെ ഏത് വസ്തു കൊണ്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. യോഗയ്ക്കും പ്രകൃതിക്കും വരുമ്പോൾ ചില ആളുകൾ അങ്ങ് തകരാറുണ്ട്, തളർന്ന് അവശതയാവാറുണ്ട്, മെലിഞ്ഞ അവശതയാവാറുണ്ട്. കാരണം നല്ല പഴവും പച്ചക്കറിയൊക്കെ കിട്ടിയപ്പോൾ ശരീരം പറഞ്ഞു, ഈ നാറണ മീനിന്റെ കോശം കൊണ്ട് ഞാൻ എത്ര നാളായി ദുർഗന്ധം കണ്ടുകൂടെ, നിന്റെ വേപ്പിൽ തന്നെ ദുർഗന്ധം. അതിനെല്ലാം കളഞ്ഞ് പുതിയ മെറ്റീരിയൽ കൊണ്ട് ശരീരം പണിതെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ആകെ അവശതയാകും. പക്ഷെ പേടിക്കാതെ അത് തന്നെ ചെയ്താൽ ഇയാൾ മെച്ചപ്പെട്ട് വരുമെന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ ശരീരം എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ശരീരത്തിന്റെ റോ മെറ്റീരിയൽ എന്ത്, അതനുസരിച്ചാണ് നമുക്ക്
ഉന്മേഷം ഉണ്ടാകുന്നത്, ഉത്സാഹം ഉണ്ടാകുന്നത്, ഉണർവുണ്ടാകുന്നത്, ആരോഗ്യം ഉണ്ടാകുന്നത്, രോഗങ്ങളില്ലാതിരിക്കുന്നതും. രോഗം ഉണ്ടാകണമെങ്കിൽ രോഗത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകണം. മനുഷ്യ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടാക്കിയെടുക്കാനുള്ള പാടുണ്ടല്ലോ. ഒരു രോഗം ഉണ്ടാക്കിയെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യ ശരീരത്തിൽ. നേരായ വായു ശ്വസിക്കുകയും നല്ല വെള്ളം കുടിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ബോധപൂർവം പേശികളെ ചലിപ്പിക്കുകയും വിശ്രമം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശരീരത്തിനും രോഗം പിടിക്കില്ല. ഉറപ്പായ കാര്യമാണ്. ഇവിടെ നാട്ടിലെ ആനയുടെയും കാട്ടിലെ ആനയുടെയും ആയുസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. നാട്ടിലെ ആനയ്ക്ക് ആയുസ് കുറഞ്ഞു പോകുന്നു. നമ്മളമ്മ അമ്പലത്തിൽ നല്ല ഭക്ഷണമല്ലേ, ഗുരുവായൂർ ദേവസ്വം പശുക്കളെ കൊണ്ടുപോയിട്ട് നട തള്ളി വെക്കുകയാണ്. പശുക്കളെ എവിടെയാണ് 100 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട്, ഉടുപ്പിയൊന്നുമല്ല, വളാഞ്ചേരി അപ്പുറത്ത് പശുക്കള് പാവം എല്ലുമൊക്കെ പോയി ഗതികേട് പിടിച്ച് നടക്കുകയാണ്. ആനകൾക്ക് രാജകീയ, ഗുരുവായൂർ അടുത്ത് തന്നെ രാജകീയ പരിചരണമാണ്. ഗജപാലനാണോ ഗോപാലനാണോ? ഗജപാലനാണോ ഗോപാലനാണോ? ഗജത്തെ കൊന്ന ചരിത്രമാണ് കൃഷ്ണനുള്ളത്. അടിച്ചു പൊളിച്ച് കൃഷ്ണനെ കൊല്ലാനായിട്ട് കംസം വിട്ടത് ആനയായിരുന്നു ഞാൻ കേട്ടേക്കണം. മസ്രാണിയായതുകൊണ്ട് പറയുമ്പോൾ തെറ്റിയാ തിരിച്ചേക്കുക. ആ ആനയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡുകാർക്ക് താല്പര്യം. പശുക്കള് ഗോപാലന്റെ ഗോക്കള് വല്ലയിടത്ത് പറയണം. ഗോവിന് എന്തുണ്ട് 1000 രൂപ, പൂവിക 10000 രൂപ, ആനയ്ക്ക് ചരിഞ്ഞാലും 10000 അപ്പൊ പിന്നെ പോട്ടെ. അപ്പോ നമ്മുടെ ഈ ശരീരത്തില് ഈ രോഗമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യമുള്ളൊരവസ്ഥ എന്നൊക്കെ പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട, തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഒരു രോഗം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അസാധ്യമാണ് മനുഷ്യ ശരീരത്തില്. എന്തുകൊണ്ടാണ് അമ്പലത്തിലെ ആനയ്ക്ക് ആയുസ് പറയുന്നത്? നല്ല പഞ്ചാമൃതമൊക്കെ അല്ലേ ആനയ്ക്ക് കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? നെയ്യ്, തേന്, അവല്, മലര്, ശർക്കര എല്ലാം കൂടി ചേർത്ത പഞ്ചാമൃതം നാട്ടിലാനയ്ക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഗുരുവായൂർ അമ്പലത്തിലെ ആനയുടെ ആനക്കൊട്ടിലിന്റെ ഊട്ടുവരെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, വലിയ ആനയ്ക്ക് ഇരുന്ന് കുളിക്കാൻ പറ്റിയ വലിയ ചെമ്പിലാണ് ചോറ് വെക്കണത്. ആനയ്ക്ക് കൊടുക്കാൻ ചോറ്. ആന എവിടെയാണ് ചോറ് തിന്നേക്കണത്? KC പണിക്കർ എന്ന് പറയുന്ന ആനരോഗ വിദഗ്ധൻ 14 ആനകളുടെ അകാലത്തിൽ രോഗം കൊണ്ട് മരിച്ച, എരണ്ടക്കെട്ട് കൊണ്ട് മരിച്ച 14 ആനകളുടെ പോസ്റ്റ്മോർട്ടം നടത്തി. കുടലിൽ 1.5 അടി കനത്തിലെല്ലാം കരിങ്കല്ല് കിടക്കണ പോലെ കിടക്കുകയാണ് എരണ്ടക്കെട്ട്. കത്തിക്ക് കുത്തിയതോലും പൊട്ടണില്ല. ഈ എരണ്ടക്കെട്ടിന്റെ സാധനങ്ങൾ ഇവർ അനലൈസ് ചെയ്തപ്പോ ഈ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന പ്രസാദ ഊട്ടുണ്ടല്ലോ, ആ സാധനം പോയിട്ടാ കിടക്കണത്. എന്താ കാര്യം? നല്ല തേനും നെയ്യൊക്കെ കൂടി കഴിച്ചാൽ നല്ല ആരോഗ്യം ആനയ്ക്ക് വരണ്ടല്ലേ? ആനയ്ക്കും വരണ്ടേ മസില്? എന്താ വരാത്തെ? ആനയുടെ വിധിപ്രകാരമുള്ള ഭക്ഷണമല്ല അത്. തേനും മലരും നെയ്യും ചോറും ആനയുടെ വിധിപ്രകാരമുള്ള ഒരു ഭക്ഷണമല്ല. ആനയുടെ വിധിപ്രകാരമുള്ള ഭക്ഷണം മരക്കൊമ്പുകള്, പട്ട. അപ്പോ ഈ സാധനം ആനയുടെ വയറ്റ് സ്മൂത്തായിട്ട് കിടക്കുന്ന ഈ സാധനം ആനയുടെ വയറ്റിലൂടെ നീങ്ങാൻ പറ്റില്ല, കുടലുകൾക്ക് തള്ളി നീക്കാൻ പറ്റില്ല. അവിടെ ഒട്ടിക്കിടന്നിട്ട് കരിങ്കല്ല് പോലെ. അഷ്ടാംഗ ഹൃദയം പറയുന്നുണ്ട്, തേനും നെയ്യും തുല്യ അളവിൽ കഴിച്ചാൽ വിഷമാണ്. അവിടെ പടഞ്ഞിങ്ങനെ കഴിച്ചൊന്നും ഇരിക്കില്ലായിരിക്കാം, പക്ഷെ അത് കോൺക്രീറ്റ് ഇട്ട പോലെ, കീലിട്ട പോലെ ആമാശയത്തിൽ കിടന്നിട്ട് മലം മുട്ടി ബന്ധിച്ച് ശ്വാസം മുട്ടി ആന വീർപ്പ് മുട്ടി മരിക്കുകയാണ്. ഈ മരണം തന്നെ മനുഷ്യരിൽ നമ്മൾ ഇന്ന് നടക്കുന്നത്. ഈ തെറ്റായ ഭക്ഷണം മുഴുവൻ കഴിച്ച് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ മുഴുവനും ശരീരത്തെ പീഡിപ്പിക്കുന്നതിന്റെ ഫലമാണ്. മനുഷ്യരിലെ എരണ്ടക്കെട്ടുകളാണ്. അപ്പൊ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം അതാണ്. വിധിപ്രകാരമുള്ള മനുഷ്യന്റെ ഭക്ഷണം എന്താണ്? അത് തന്നെ വിധിപ്രകാരം കഴിക്കണ്ടേ? വിധിപ്രകാരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കണേ. രാത്രി ഭക്ഷണം കഴിക്കാൻ പകല് ഉള്ള ജീവിക്ക് വിധിയില്ല, പകലുള്ള ജീവിക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ വിധിയില്ല. രാത്രിയും പകലും ഉണ്ടോ നമ്മുടെ ഭക്ഷണം കഴിക്കലിന്? എപ്പം കിട്ടണോ അപ്പ കഴിക്കും. അപ്പ കഴിക്കുന്നില്ല, അപ്പ എല്ലാം കഴിക്കുന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ വയറിന്റെ ഘടന എങ്ങനെയാ?
ആമാശയം, ചെറുകുടല്, വൻകുടല്, ദഹനേന്ദ്രിയം. അപ്പൊ ഒരു ദഹനേന്ദ്രിയത്തിന് നമ്മൾ ഒരിക്കലും ഗുണം കഴിച്ചാൽ ദഹനേന്ദ്രിയം പ്രവർത്തിച്ചു തുടങ്ങി. ആ ദഹനേന്ദ്രിയത്തിന്റെ പ്രവർത്തനം അതിനെ വിസർജിക്കുന്നതോടെ തീർന്നു എന്ന് മനസ്സിലാക്കാം. അടുത്തത് കൊടുക്കാം. ഇതാണ് ശരിയായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഭക്ഷണം കഴിച്ചാൽ അത് വിസർജിച്ചു പോയതിനു ശേഷം മാത്രമേ ദഹനേന്ദ്രിയത്തെ അടുത്ത പണിയേൽപ്പിക്കാൻ പാടുള്ളൂ. നടക്കുമോ? നടക്കും. ഞാനിപ്പോ 2 മാസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരമാണ് ഭക്ഷണം. ബാക്കി ഞങ്ങൾ പച്ചവെള്ളം കുടിക്കും, ചിലപ്പോ ജ്യൂസ് കുടിച്ചാൽ കുടിച്ചു. നമ്മൾ രാവിലെ 8 മണിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആമാശയം നിറഞ്ഞു, ചെറുകുടല് ഫ്രീ, ശോധന കഴിയുന്നവരാണെങ്കിൽ വൻകുടലും ഫ്രീ. 8 മണിക്ക് ആമാശയത്തിലേക്ക് ചെന്ന ഭക്ഷണം ആമാശയം ദഹിപ്പിച്ച് എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് ചെറുകുടലിനെ ഏൽപ്പിക്കുന്നത്? അടുത്ത ഘട്ടം 3 മുതൽ 4 വരെ മണിക്കൂറാണ് ആമാശയത്തിന് ജോലിയുള്ളത്. ഇപ്പോൾ 4 മണിക്കൂർ കഴിക്കുക. 8 മണിക്ക് കിട്ടിയ ഭക്ഷണം 9, 10, 11, 12 മണി വരെ 4 മണിക്കൂർ നിർത്താതെ പണിയെടുത്ത് ആമാശയം ചെറുകുടലിന് കൊടുത്തു. എന്നിട്ട് ആമാശയം ഒന്ന് ശ്വാസം വിടുകയാണ്. ചെറുകുടൽ അപ്പോ 12 മണിക്ക് ചെറുകുടല് വർക്ക് തുടങ്ങി. അപ്പൊ ആമാശയം ഫ്രീ, വൻകുടലും ഫ്രീ, അവയ്ക്ക് വിശ്രമമുണ്ട്. ചെറുകുടല് 1 മണി, 2 മണി, 3 മണി, 4 മണി ആയപ്പോ അതുവരെയുള്ള പണി തീർത്തിട്ട് വൻകുടലിന് കൊടുത്തു. അപ്പൊ 4 മണിക്ക് വൻകുടലിന് കിട്ടി. 5 മണി, 6 മണി, 7 മണി, 8 മണി ആയപ്പോഴേക്കും വൻകുടലിന്റെയും ജോലി ഏതാണ്ടൊക്കെ തീർന്ന് പിന്നെ പുറത്തു പോകാമെന്ന് രീതിച്ചപ്പോ രാത്രി തന്നെ ഒരു ശോധന കിട്ടിയാൽ ഭേഷ് കിടന്നുറങ്ങുക, ദഹനേന്ദ്രിയം പൂർണ്ണമായും വിശ്രമിക്കുന്ന ഒരു രാത്രി ഉണ്ടാകും. നിങ്ങളോടൊപ്പം ഉറങ്ങുന്ന ദഹനേന്ദ്രിയം നിങ്ങൾക്കുണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ റെഡി, കഴിക്കാൻ റെഡി. ഇതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ശരിയായൊരു വിധി. ഇതിന് പകരം രാവിലെ 8 മണിക്ക് മൂക്കറ്റം കേട്ടി 4 കഷ്ണം, 4 കുറ്റി പുട്ടിന് താക്കോല് കടല, പിന്നെ പഴം പുഴുങ്ങിയത് ഒരു 4 എണ്ണം, ബുൾസ് ഐ 2 എണ്ണം, 2 മുട്ട വേണോ അതുകൊണ്ടാണ് ബുൾസ് ഐ, പാലൊരു ഗ്ലാസ്, ഇതൊക്കെ കൂടെ രാവിലെ കഴിച്ച് പിന്നെ 12 മണിക്ക്, 4 മണിക്ക്, 6 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ ദഹന വ്യവസ്ഥ എങ്ങനെയിരിക്കും? സകല നേരവും ആമാശയവും ചെറുകുടലും വൻകുടലും ഒക്കെ നിറഞ്ഞു മുറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. വീർപ്പുമുട്ടലാണ് അതിന്റെ. എന്നിട്ട് പറയും ബ്ലഡ് പ്രഷറാണെന്ന്. എന്താണ് ബ്ലഡ് പ്രഷർ? ഫുഡ് പ്രഷറാണ്. ഫുഡ് പ്രഷർ അധികം കഴിച്ചാൽ അധികം ദഹിക്കും. ദഹിപ്പിക്കുന്നത് ആരുടെ ജോലിയാ? ശരീരത്തിലെ എന്തിനെ ദഹിപ്പിക്കുക ആരുടെ ജോലിയാണ്? ചത്തതിനെ കൊണ്ട് ദഹിപ്പിക്കില്ലേ? ആരാ ദഹിപ്പിക്കണേ? അഗ്നി, തീരെ പണിയാണ്. ഈ വയറ്റിലെ ദഹനം അഗ്നിയായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോ? അതല്ലേ ജഠരാഗ്നി എന്ന് പറയുന്നത്. ജഠരാഗ്നി, ഉദരത്തിലിരിക്കുന്ന അഗ്നിയാണ് ആഹാരത്തെ ദഹിപ്പിക്കാൻ. അഗ്നിക്കല്ലാണ്ട് ആർക്കാ ദഹിപ്പിക്കാൻ സാധിക്കുക? ദഹിച്ചാൽ എന്തുണ്ടാവണം? ചൂടുണ്ടാവണം. തീ പണിയെടുത്താൽ ചൂടുണ്ടാവും. ചൂടുണ്ടോ? ഉണ്ട്. കരിയുമ്പോഴുണ്ടോ? അതുകൊണ്ട്. അപ്പോ അധികം കഴിച്ചാൽ അധികം ദഹിക്കണോ കുറച്ച് ദഹിക്കണോ? അധികം ദഹിക്കണം. അധികം ദഹിച്ചാൽ അധികം ചൂടുണ്ടാകുമോ കുറഞ്ഞ ചൂടുണ്ടാകുമോ? അധികം ചൂടുണ്ടാവും. അധികം ചൂട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള രക്തത്തിൽ കിടക്കുന്ന ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ്, കോശങ്ങള്, ഇവയ്ക്ക് കൂടുതൽ ജീവിക്കാൻ പറ്റുമോ കുറച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ? ചൂടുവെള്ളത്തിൽ കിടക്കുന്ന മീനിന് നല്ല ആയുസ് ഉണ്ടാവില്ല. ചൂടുവെള്ളത്തിലല്ലേ, പച്ചവെള്ളത്തിലല്ലോ. പച്ചവെള്ളത്തിൽ ബാക്ടീരിയകളുണ്ട്. അതുകൊണ്ട് മത്സ്യങ്ങളെ ഞങ്ങൾ ചൂടുവെള്ളത്തിൽ പിടിച്ചിടാം. തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കണം കേട്ടോ. ഓക്സിജൻ ഒന്നും ഇല്ലാതെ കുറഞ്ഞുകൊണ്ട് മരിക്കാൻ പറ്റും കുറെ കഴിയുമ്പോൾ. ശരീരത്തിൽ ഓക്സിജൻ വേണ്ടത്ര വരില്ല, വെള്ളത്തിലുള്ള ഓക്സിജൻ ആവശ്യമാണ്. അപ്പോ ചൂട് ശരീരത്തിന്റെ ചൂട് എന്നുള്ളത് കൂടിയിരിക്കുന്നത് ആപത്ത്. അവിടെയാണ് ആപത്ത് തുടങ്ങുന്നത്. ശരീരത്തിലെ ചൂട് കൂടിയ എന്തുകൊണ്ടാണ്? മുടിഞ്ഞ തീറ്റ.
അധികം തിന്ന് അധികം ദഹിച്ച് അധികം ചൂടുണ്ടായി. ആ ചൂടിൽ വെന്തുരുന്ന മനുഷ്യനാണ് ഇന്ന് രോഗങ്ങളുടെ കൂടായി മാറിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു തീറ്റ ദഹനേന്ദ്രിയത്തിന് താങ്ങാനാവാത്തതാണ്. ഒരു നേരം, രണ്ടാമത്തെ നേരം വേണമെങ്കിൽ കൊതിയുണ്ടെങ്കിൽ പഴങ്ങൾ വല്ലതും കഴിച്ചോ, നിർത്ത്. പോട്ടെ, 3 നേരം കഴിച്ചോളൂ, അതിൽ ഒരു നേരമെങ്കിലും പഴങ്ങൾ തന്നെയാക്ക്. രോഗങ്ങൾ പലതും മാറും, ഇന്നുള്ള പല രോഗവും മാറും. 2 നേരം പഴങ്ങളും 1 നേരം ചോറുമാണെങ്കിൽ തന്നെ എത്രയോ മാരക രോഗങ്ങളാണ് മാറി വരുന്നത്. വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറൊക്കെ മാറുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പക്ഷെ അതിനിടക്ക് പോയിട്ട് 1 നേരം കൊതി കൊണ്ട് കോഴി ബിരിയാണി കഴിച്ചാൽ തീർന്നു. പിന്നെ ബോംബെ കിട്ടിയ പോലെയുള്ള കീറ് പ്രകൃതി വിസവിന് അടി കിട്ടാൻ വേറൊന്നും വേണ്ട. രോഗി പോയിട്ട് ഒന്ന് തെറ്റിച്ചതാണ്. എന്നോട് ഒരു ക്യാൻസർ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചതാണ്. 3 മാസം കൊണ്ട് ബോൺ ക്യാൻസർ, കാല് മുറിക്കാൻ പോയതാണ്, മുറിച്ചാൽ രക്ഷയില്ലാത്തതുകൊണ്ടൊക്കെ വന്നതാണ്. 3 മാസം കൊണ്ട് ഈ പൊങ്ങി നിന്നിരുന്ന ബോൺ ക്യാൻസർ മുഴുവൻ മാറി കുട്ടി സ്റ്റെയർ കേസ് കയറി ചാടി കളിച്ചു തുടങ്ങിയതാണ് 2 മാസം കൊണ്ട്. 1 മാസം കൂടെ നിൽക്കണം, 3 മാസമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തോളാം. അപ്പോൾ ആളുടെ മട്ടൊക്കെ മാറി. അതുവരെ ഭയങ്കര, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തോളാം. ഇതൊക്കെ വേറെ ഒന്നുമില്ല. പച്ചവെള്ളത്തിൽ മുക്കണം, പച്ചവെള്ളം കഴിക്കുമ്പോഴും കൊടുക്കണം, കുറച്ച് പഴവും കൊടുക്കുന്നുണ്ട്, മണ്ണ് വെക്കുന്നുണ്ട്, ഇതൊക്കെ വീട്ടിൽ ചെയ്തു. ഇവിടെ കൊണ്ടുപോകരുതെന്ന് ആദ്യത്തെ പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിവിടെ കിടത്തി കാശ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം 300 രൂപയെല്ലാം മേടിക്കുന്നത്, 300 വെച്ച് കൊടുക്കണ്ടേ? ഒരാളുടെ പഴം കൊടുത്ത ഒരാളുടെ 1 നേരം ഒന്ന് തൃപ്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെലവുണ്ടെന്നുള്ളത്, സ്റ്റാഫിന്റെ ശമ്പളവും അവിടുത്തെ വാടകയും എല്ലാം കൂടെ, ഫോണ്, ഇലക്ട്രിസിറ്റി, ഇതൊന്നുമില്ല. നമുക്ക് ഫോണ് വരാൻ പറ്റൂല. തെറ്റിക്കതെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. ഇതേ 3 മാസം വരെ ഒരു കുഴപ്പമില്ല. വിളിച്ചു, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. എന്താണ്? അല്ല, വീണ്ടും ഒരു വേദന ഉണ്ട്. വരുമ്പോ കാല് വീണ്ടും പഴയ അവസ്ഥയിൽ എല്ലാം പൊങ്ങി നീരും കൂടിയുണ്ട്. ഭക്ഷണം തെറ്റിച്ചു. തെറ്റിച്ചിട്ടില്ല, ഒന്നും തെറ്റിച്ചിട്ടില്ല. അച്ഛൻ ഇതിനെ പറയാ. കുട്ടിയോട് ചോദിച്ചപ്പോ കുട്ടിയല്ലേ, ക്രിസ്തുമസിന് കപ്പ തിന്നു. കപ്പ മാത്രമേ തിന്നുള്ളൂ. ഇനി അപ്പുറത്തെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ചേച്ചി ഇത്തിരി ഇറച്ചി തന്നു. അപ്പൊ അച്ഛൻ ചോദിക്കുകയാണേ, അല്ല ഇവിടെ ഇത്രയും നാളും കൃത്യമായിട്ട് പ്രകൃതിയെ നോക്കിയതല്ലേ, ഒരു ദിവസം കുറച്ചങ്ങ് തെറ്റി നോക്കിയിട്ട് ഇങ്ങനെ കുഴപ്പമുണ്ടാവുമോ? ശരിയല്ലേ? ഇത്ര നാൾ ഞാൻ പ്രകൃതി ചെയ്തിട്ട് ഒരു ദിവസം തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാവണോ? മഹാരോഗികൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, അല്ലാത്തവർ തെറ്റിച്ചറിയൊന്നും വരില്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇത്രയും വലിയ വെള്ളമല്ലേ, ഒരു കല്ലല്ലേ ഇട്ടുള്ളൂ, ഈ വെള്ളം മുഴുവൻ കൂടി കിടക്കുന്നതാണോ? വളരെ ചെറിയ ചില കാര്യങ്ങൾ ചെയ്തിട്ടാണ് പ്രകൃതി ചികിത്സയിൽ നമുക്ക് വലിയ മെച്ചം കിട്ടുന്നത്. ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ വലിയ തകർച്ച ഉണ്ടാവും. മറ്റ് ചികിത്സ എന്ന് വെച്ചാൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെറിയ മെച്ചം കിട്ടുന്നത്. അപ്പോൾ വലിയ ചെറിയ തെറ്റ് ചെയ്യാമെന്ന് അറിഞ്ഞൊന്നും വരില്ല. അപ്പോ നമ്മുടെ ശരീരത്തെ ഏത് തരത്തിൽ നിർമ്മലമായിട്ട് സൂക്ഷിക്കണോ, ഒരു ട്യൂൺ ചെയ്ത ഗിറ്റാർ പോലെ ഈ ട്യൂണുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നിങ്ങളെപ്പോലൊരു ഭാഗ്യവാനി ലോകത്ത് വേറെ ഉണ്ടാവില്ല. ട്യൂൺ ചെയ്ത ശരീരം ഉണ്ടാവുക. എങ്ങനെയാണ് ശരീരത്തിന്റെ ലക്ഷണം? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനോ കുനിയാനോ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ചാടാനോ, പൂർണ്ണമായിട്ട് ഉത്സാഹമുള്ള ഒരു ശരീരം ഉണ്ടാവുക, ഒരു പ്രയാസം ഉണ്ടാവില്ല. മനസ്സിനെ കൂടെ ആ ട്യൂണിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ സമാധിസ്ഥസ്യ കേശവ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ധ്യായതേ വിഷയാനുഭവ സംഘസ്തേഷു ഉപജായതേ സംഘാത് സംജായതേ കാമാത് ക്രോധോടിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാസ്മതി ഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ പ്രണശതി. അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കി ഈ മോഹങ്ങളുടെ വലയിൽ നിന്ന്, ആശകളുടെ പാശത്തിൽ നിന്ന്, കൊലക്കയറിൽ നിന്ന് നമുക്ക് മനസ്സിനെ നമ്മളെ രക്ഷിക്കാനും കൂടെ സാധിച്ചാൽ നല്ലൊരു മനുഷ്യനായി. ഈ ബിൽഗേറ്റിന്റെ പുറകെ സായിപ്പ് ഇപ്പൊ $1 ഇട്ട് വരുമെന്ന് കഴിഞ്ഞിട്ട് മുമ്പ് കൊട്ടയം കൊണ്ട് ചാണകം പെറുക്കാൻ പശുവിന്റെ പുറകെ നടന്ന പോലെ ഇപ്പൊ നമ്മൾ സായിപ്പിന്റെ പുറകെ നടക്കും. ഇപ്പൊ സായിപ്പിന്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിലെ ഭീകരമായൊരു തട്ടിപ്പുണ്ട് കേട്ടോ. അമേരിക്ക തകരുകയാണ്, ബാങ്ക് തകരുകയാണ്, ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥ തകരുകയാണെങ്കിൽ ആദ്യം തകരേണ്ടത് ഡോളറല്ലേ? ഡോളറിന് വില കൂടുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തെ പപ്പടം പോലെ പൊടിക്കാൻ, 3ാം ലോക രാജ്യങ്ങളിലെ നമ്മളെപ്പോലുള്ള ആളുകളെ പപ്പടം പോലെ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവന്റെ തട്ടിപ്പാണ്. അല്ലെങ്കിൽ ഡോളർ തകരണമായിരുന്നു, നമ്മുടെ രൂപയ്ക്ക് വില വരണമായിരുന്നു.
ഭീകരമായ തട്ടിപ്പാണിത്. അപ്പോ ഇതുപോലുള്ള നിരവധി തട്ടിപ്പുകൾക്കെതിരായിട്ടുള്ള ഒരു സമരപ്രഖ്യാപനം കൂടിയാണ് ഞാൻ എൻ്റെ ശരീരത്തെ ട്യൂൺ ചെയ്ത് സൂക്ഷിക്കും, എൻ്റെ ആർത്തിയെ കുറച്ച് തൃപ്തമായ ഒരു ജീവിത രീതിയിലേക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുന്ന മനുഷ്യനാണ് ഇവരുടെ എല്ലാം ശത്രു. അതുകൊണ്ട് ജൈവ കൃഷിയിലേക്കും പ്രകൃതി ചികിത്സയിലേക്കും ഒക്കെ വരുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന കച്ചവട താല്പര്യങ്ങളുടെ ശത്രു. പ്രകൃതി ചികിത്സക്കാരനെ തല്ലാൻ വന്നവരാരൊക്കെയാ? കശാപ്പുകാരൻ കണ്ട അപ്പ കത്തിയും കൊണ്ടുവരും. ആർക്കാ പിന്നെ ഷുഗർ ഫാക്ടറിക്കാർക്കാ നമ്മളോട് ഇഷ്ടം? ബേക്കറിക്കാര്, പിന്നെ മരുന്ന് ഷാപ്പുകാര്, പിന്നെ പറയണ്ട, ഫ്രിഡ്ജുകാര്, എയർ കണ്ടീഷനുകാര്, അത്താറുകള്, ബീഡിക്കാര്, ഹോട്ടലുകാര്, ചോളോളം ഉണ്ടാക്കുന്ന വിൽക്കുന്ന കടക്കാരൻ, ഉള്ളിക്കാരൻ, പഞ്ചസാരക്കാരൻ, കടക്കാരൻ, കൊക്കോക്കോളക്കാർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുമോ? കൊക്കോക്കോളക്കാർക്ക് അവിടെ സമരം ചെയ്യുന്നവരോട് പിന്നെയും താല്പര്യവും കുറച്ചുകൂടെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളോട് ഒരു രക്ഷയില്ലാത്ത കലിയാണ്. അപ്പോ ജീവിതത്തെ തന്നെ, സ്വന്തം ജീവിതത്തെ തന്നെ അർത്ഥവത്തായ ഒരു സമരമാക്കാൻ, ഫലമുള്ള ഒരു പോരാട്ടമാക്കാൻ, നമ്മളെ പോരാട്ടം നടത്തുമ്പോൾ തന്നെ നമ്മുടെ പോരാട്ടം ജയിച്ചു. ഞാൻ കൊക്കോക്കോള കുടിക്കില്ല, ഇറച്ചി മീനും കഴിക്കില്ല എന്നൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ നമ്മുടെ സമരം ജയിച്ചു. ഇതാണ് ഗാന്ധി മാർഗ സമരത്തിന്റെ സൗന്ദര്യം. മറ്റവരിരുന്ന് ഇൻക്ലാബ് വിളിക്കും, ക്ഷീണിക്കുമ്പോ കുറച്ച് കൊക്കോളൊക്കെ അവരും കുടിച്ചെന്ന് വരും, നിർത്തണമെന്നുള്ളതാണ്. അതുകൊണ്ട് കൊക്കോളക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ പ്രകൃതി ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു വിജയം നമ്മളത് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങുന്നുണ്ട്. മാറിയ ഒന്ന് ആദ്യം ഉണ്ടാകും, പിന്നെ പുറകിൽ എത്ര പൂജ്യം വെച്ചാലും അതിന് വിലയുണ്ട്. ഇത് മാറാത്ത ഒരാള് പൂജ്യം, ബാക്കിയുള്ള പൂജ്യത്തിന്റെ കൊണ്ടുവച്ചിട്ടുള്ള കാര്യമുള്ളേ. അപ്പൊ നമ്മുടെ ശരീരത്തെ നിർമ്മലമാക്കാൻ സാധിക്കണം. നിർമ്മലമാക്കാൻ 3 വഴികളാണ് ഈ ശരീരത്തെ തകർക്കാനുള്ളത്. ഈ ശരീരത്തെ മലിനമാക്കാൻ 3 വഴിയേ ഉള്ളൂ: ശ്വസനം, ജലപാനം, ഭക്ഷണം. ഇത് 3 റോ മെറ്റീരിയൽ ശരിയായാൽ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയായി. ഇൻപുട്ട് ശരിയായാൽ ഔട്ട്പുട്ട് ശരിയായി. അപ്പൊ നിങ്ങളുടെ ഔട്ട്പുട്ടായിട്ടുള്ള ആരോഗ്യം ശരിയാകാതിരിക്കുന്നതിന് കാരണം നിങ്ങൾ റോ മെറ്റീരിയൽ ശരിയല്ല. ജീവനെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. ജീവന് സുഖമായിട്ട് സന്തോഷമായിട്ട് അവിടെ ഇരിക്കാവുന്ന ഒരു മിത അന്തരീക്ഷം നിങ്ങൾ കൊടുക്കുന്നില്ല. ജീവനെ ദ്രോഹിക്കുന്നു. ജീവനെ ദ്രോഹിക്കരുത്. അപ്പൊ ആ ഒരു കടമ സ്വന്തം ശരീരത്തോട്, നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ പ്രാണശക്തിയോട് നിങ്ങൾ നടത്തേണ്ട ഒരു വിധേയത്വം ഉണ്ടാവണം. ആ ജീവനുള്ള നന്ദി കാണിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രോഗദുരിതങ്ങളിലേക്ക് പോകുന്നത്. അല്ലാത്ത പക്ഷം മനുഷ്യ ശരീരത്തെ രോഗിയാക്കാൻ സാധിക്കില്ല. 72 പ്രാവശ്യം ഹൃദയം 1 മിനിറ്റിൽ മിടിക്കുന്നത്, 1 മണിക്കൂറിലോ? ടീച്ചറെ പറഞ്ഞല്ലോ, ടീച്ചറെ ക്ലാസ്സിലിരുന്ന് പറഞ്ഞ കുട്ടികളെ എന്താ ചെയ്യാ? ടീച്ചറെ ബെഞ്ചിനെ വിളിക്കറിയില്ലേ? ബെഞ്ചില്ല ഇവിടെ, കഷ്ടമായി പോയി. ടീച്ചറെ നല്ല കാലം നോക്കണേ. ബെഞ്ചുമില്ല, ഡെസ്കും ഇല്ല. അപ്പോ 1 മിനിറ്റിൽ 72 പ്രാവശ്യം ഹൃദയം മിടിക്കുന്നു എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിലോ? 4320 പ്രാവശ്യം ഒരു ദിവസം. 1,03,000 ഒരു ലക്ഷം കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. കുട്ടികളെ വെച്ചാലോ സാറിന് കിട്ടും. അത് ഇടിയെന്ന് പറയുന്നത് 1 ലക്ഷം പ്രാവശ്യം ഒന്ന്, 1 ലക്ഷത്തിലധികം പ്രാവശ്യം. അത് നടക്കാല്ല. കണക്ക് കൃത്യമായിട്ട് പേപ്പറിൽ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ കിട്ടും. 1,03,860 പ്രാവശ്യമാണ് ഒരു ദിവസം ഈ കൊച്ചു എല്ലിന്റെ കൂട്ടിൽ കിടന്ന് നമ്മുടെ ഹൃദയം മിടിക്കുന്നത്. വെറുതെ മിടിക്കുകയല്ലോ. ഓരോ മിടിപ്പിലും 1 കപ്പ് രക്തം ധമനികളിലേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പോൾ 50,000-ലധികം കപ്പ് രക്തം ഓരോ ദിവസവും ഈ ഹൃദയം കൈകാര്യം ചെയ്യുന്നുണ്ട്, തള്ളിവിടുന്നുണ്ട് ധമനികളിലേക്ക്. എപ്പോഴാ ഹൃദയം ഒന്ന് വിശ്രമിക്കണേ? അപ്പൊ ജനിച്ച നിമിഷം തുടങ്ങി മരിക്കുന്നത് വരെ ഒരു വിശ്രമവുമില്ലാതെ നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ 120 കൊല്ലം അത്തരത്തിൽ പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിനെ 48-ാമത്തെ വയസ്സിൽ തകർത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൊങ്കപ്പാട് കൂടെ പെടണം. അതുകൊണ്ട് നിസ്സാരമായിട്ടൊന്നും അതിനെ പൊടിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഈ ദ്രോഹം ഉണ്ടല്ലോ, ആ ദ്രോഹത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ചായ, കട്ടൻ ചായയുടെ ആശാട്ടിമാര് അല്ലേ? കട്ടൻ ചായ പുറകിൽ അല്ലേ? ചായ മുമ്പിൽ ഇതായിരിക്കും. എത്ര ആളായി നിർത്തിയിട്ട്? ചായ കൊണ്ട് നിർത്തിയിട്ട് എത്ര ആളായി? ഇപ്പൊ കുടിക്കോ? കുറേശ്ശെന്ന് പറയുമ്പോ കട്ടൻ ചായയുടെ ആശാട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച ആളാണ്. ചായ കുടിക്കും. എത്ര കുടിക്കും? അത് നമ്മൂലടി കഴിച്ച പോലെയാ. തിരുവഞ്ഞ് പപ്പടം എത്ര കഴിക്കും? 1 2 എത്രയുള്ളോ? കെട്ട് 1 2 കെട്ട്. അതിൽ കൂടുതലൊക്കെ അല്ലേ? പച്ച അച്ച അത്രേ വെക്കൂ. ചുട്ടച്ച എത്രയാവാം എന്ന് പറഞ്ഞ എത്ര കിലോ പഞ്ചസാര കഴിച്ചിട്ടുണ്ട് ഇപ്പോ? എത്ര ചാക്ക് പഞ്ചസാര അകത്താക്കിയിട്ടുണ്ട്? ഈ വയസ്സിനിടയില് എത്ര ടൺ ചായപ്പൊടി അകത്താക്കിയിട്ടുണ്ട്? ചായക്കടക്കാരൻ്റെ ഒരു ചായ അരിക്കുന്ന സഞ്ചി കണ്ടിട്ടില്ലേ? മേടിച്ചപ്പോ എന്ത് പുതിയതായിരുന്നു എടുത്തായിരുന്നു അറിയാവോ? 2 ആഴ്ച കൊണ്ട് ആ ചായക്കഞ്ചിയുടെ അതേ അവസ്ഥയിലല്ലേ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പല സ്ത്രീകളുടെയും കവളിരിക്കണത്. എന്ത് പറ്റി? ചായ അരിച്ചരിച്ച് തൊക്കിലൂടെല്ലാം അരിക്കേണ്ടത്. ഇത് മൂത്തൊക്കിലൂടെ മാത്രം അരിച്ചാൽ തീരുവോ? അരിച്ചരിച്ച് ഇത് അതുകൊണ്ട് ചായ കുടിക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചിലർക്ക് ചായ കുടിക്കാൻ ഞാൻ നിർദ്ദേശിക്കാറുണ്ട്. ചായ കുടിച്ചോളൂ, നല്ല കട്ടൻ ചായ കടുപ്പത്തിലെടുത്തിട്ട് 5-8 എണ്ണം ദിവസം കഴിക്കും എന്ന് ചിലരോട് ഞാൻ പറയാറുണ്ട്. എന്നാൽ ചില പെൺകുട്ടികൾ വരും ഭയങ്കര മനപ്രയാസമായിട്ട്. കണ്ണി കണ്ട ആമ്പിള്ളേർ മുഴുവൻ സാറെ പുറകെ നടക്കുകയാണ്. ഒരു രക്ഷയില്ല. ബസ്സിൽ കയറാനും പാടില്ല, കോളേജിൽ കഴിക്കാനും പാടില്ല. ഇങ്ങനെ വന്നിട്ട് സുന്ദരികളായ പെൺകുട്ടികൾ വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ചായ കുടിക്കുക, ധാരാളം കുടിക്കുക, കാപ്പിയും കുടിക്കുക. സൗന്ദര്യമൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ട് പിന്നെ ഇത്തരം പുറകെ വരില്ല. ഈ കറ മുഴുവൻ വന്നു കഴിഞ്ഞാൽ തൊക്കിറ്റ പ്രസന്നത മുഴുവൻ പോയാൽ പിന്നെ ആര് തിരിഞ്ഞു നോക്കും? അതുകൊണ്ട് സൗന്ദര്യം കൊണ്ട് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചായയും കാപ്പിയും കുടിച്ചോ, ആ വിഷമം മാറി കിട്ടും. അല്ലാത്ത ആരും ഈ സാധനമൊന്നും കുടിക്കരുത്. ശരീരത്തിന്റെ ട്യൂണിങ് തകർക്കുകയാണ് നിങ്ങൾ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭാരം, ദുരിതം ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കാൻ പാടില്ല. ഇറച്ചി ഭക്ഷണം നമ്മൾ നിർത്തേണ്ട സമയമില്ലെങ്കിൽ ഇറച്ചിയെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ചിലപ്പോ വിശപ്പ് കൂടിയിട്ട് ആരെങ്കിലുമൊക്കെ ഈ ഒരു കരിഞ്ഞ മണം കേട്ടത് ആരെങ്കിലും കുടലേരിയുന്നതാണോ? ആണോ? ജയിക്കാൻ വിശപ്പ്. ഇതൊക്കെ കുറിച്ച് വെക്കാവുന്ന പ്രയോഗങ്ങളാണ്. ചതിക്കാൻ വിശപ്പ്. ഈ മനുഷ്യന്റെ ശരീരം ഏത് ഘട്ടത്തിലുള്ള ഒരു ജീവിയുടെ ശരീരമായിട്ടാണ് നിൽക്കുന്നത്? ചോദ്യം മനസ്സിലായോ? ആട്ടിറച്ചി, ആടിന്റെ ശരീരം, മനുഷ്യന്റെ ശരീരം, പശുവിന്റെ ശരീരം, കടുവയുടെ ശരീരം, പുലിയുടെ ശരീരം, സിംഹത്തിന്റെ ശരീരം. ഈ ശരീരവും കോഴി പക്ഷികളുടെ ശരീരവും അങ്ങനെ ഓരോ റേഞ്ചിൽ നിൽക്കുകയാണ്. മനുഷ്യന്റെ ശരീരവും ആടിന്റെ ശരീരവും പശുവിന്റെ ശരീരവും അതിന്റെ ഇറച്ചിയൊക്കെ ഒരേ ലെവലിൽ നിൽക്കുന്ന ഇറച്ചികളാണ്. കടുവ, പുലി, സിംഹം വേറെ ലെവലിൽ നിൽക്കുന്ന ഇറച്ചിയാണ്. ഒരു കടുവയും സിംഹത്തെ പിടിച്ചു കൊന്നു തിന്നണില്ലല്ലോ. എന്താ കാര്യം? കടുവ ആടിനെ തിന്നുന്നുണ്ട്, പുലി പശുവിനെ തിന്നുന്നുണ്ട്, ഈ മനുഷ്യനെയും കിട്ടിയാൽ ശാപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുലിയും കടുവയും കൂടെ കടിച്ചു കയറി തിന്നിട്ട് സുഖമായിട്ട് പിരിയാത്തെ? എന്തുകൊണ്ടാണ് മനുഷ്യൻ പശുവിന്റെ ഇറച്ചി തിന്നുന്നുണ്ട്, കടുവയുടെ ഇറച്ചി തിന്നാത്തെ? മനുഷ്യന്റെ വായയിലെ ദഹനരസങ്ങൾ കടുവയുടെ ഇറച്ചി അതിന് യോജിച്ചതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ആടിന്റെ ഇറച്ചിക്കും യോജിച്ചതല്ല, കോഴിക്കും യോജിച്ചതല്ല. പച്ചക്കറികൾ, പഴങ്ങൾക്ക് യോജിച്ചതാണ്. പഴങ്ങളും പച്ചക്കറികളും ചെന്നാൽ അതിന്റെ ദഹനത്തിന്റെ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് അത് രക്തമജ്ജ മാംസാദികളായാൽ ആ മാംസം ആടിന്റെ മാംസത്തിന് തുല്യമാണ്. ആട് ഇലയൊക്കെ തിന്നുണ്ടാകുന്ന മാംസം മനുഷ്യന്റെ മാംസം പോലെ തന്നെയാണ്. ആ മാംസം പുലിയുടെ വായയിലെ പ്രൈമറി സ്റ്റേജിലേക്ക് യോജിച്ചതാണ്. അത് പിന്നെ ദഹിച്ച് പുലിയുടെ മാംസം ആകുമ്പോൾ അത് വേറൊരു ജീവിക്കും പറ്റാത്ത രീതിയിലുള്ള മോശമായൊരു സാധനമാണ്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി. ഇപ്പോ ഒരു പഴം കഴിക്കുന്ന ഒരു ജീവി
ആ പഴം ഉള്ളിച്ചെന്ന് ദഹിക്കുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മാംസബുക്കുകളായ ജീവികളും സസ്യബുക്കുകളായ ജീവികളും തമ്മിൽ ഭയങ്കരമായൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരാടിനെ തരാം, തിന്നുമോ? ആടിനെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ നിറഞ്ഞിട്ട് ഇതിനിപ്പൊ കൊന്ന് തിന്നാൻ എന്തൊരു രുചിയായിരിക്കും. ഒന്ന് കോഴി ഇങ്ങനെ നടക്കുമ്പോ ഈ കോഴി ഇപ്പൊ ആർക്കെങ്കിലും രുചി വരാറുണ്ടോ? ഇല്ല. റപ്പാതെ കോഴിയെ തിന്നവർക്ക് തന്നെ. ഈ കോഴിയെ തിന്നുന്നുണ്ട്. ഈ ഹോസ്റ്റലിലെ ഒരു സപ്ലയർ കോഴി ഫ്രൈ, ചിക്കൻ ഫ്രൈ ചോദിച്ച്, കോഴിക്കറി. അപ്പൊ വെയിറ്ററ് കോഴിക്കറി കൊണ്ട് വന്നിട്ട് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ അതിലൊരു ഈച്ച ചത്തി കിടക്കുക. ഇയാളെങ്കിലും ബഹളം വെച്ചു തുടങ്ങി, അടിക്കാൻ പോവാണ് ഈച്ചയുടെ ചത്തി കിടക്കുക കോഴിക്കറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വെയിറ്റർ കൂളായിട്ട് പറഞ്ഞു, ഇയാളിപ്പോ ബഹളം വെക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇത്ര വലിയ കോഴിയുടെ ചവൻ കിടക്കുന്ന കറിയിലൊരു കുഞ്ഞു ഈച്ചയുടെ ചവൻ കിടന്നു എഴുതിയിട്ട് നീ ബഹളം വെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോ ഞാൻ നോക്കൊരു ആടിനെ തരാം, നിങ്ങൾ കൊന്നു തിന്നോ? ഞാൻ പുലിക്ക് ആടിനെ കൊടുത്താലോ? ഒരു 2-3 മിനിറ്റ് കൊണ്ട് അവർ പണിയൊക്കെ തീർത്ത് നാക്കും തുടച്ച് പോവും. എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? എന്താ പുലിക്ക് എന്താ പറ്റണേ? പുലിയുടെ കൈകാലുകളും പല്ലുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന്റെ ആഹാരത്തിന് അനുകൂലമായ രീതിയിലാണ്. അത് ഏത് ഭക്ഷണമാണോ കഴിക്കേണ്ടത് ആ ആഹാരത്തിന് അനുകൂലമായ രീതിയിലാണ് അതിന്റെ ശരീരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. ഒരാനയ്ക്ക് ചിന്തിക്കാൻ കൊടുത്തു, എന്താ ആടിന് കൊടുക്കാഞ്ഞേ? എന്താ ആടിന്റെ പേര് അങ്ങനെ നിർത്തിയേ? കുറെ ജീവികൾ അങ്ങനെ ഒരു ഘട്ടത്തില്, വേറെ ജീവികൾ ഇങ്ങനെ ഒരു ഘട്ടത്തില്. ഇപ്പൊ സിംഹവാലൻ കുരങ്ങിനെ നിങ്ങൾക്ക് ചെറിയ കാടുകളിൽ കാണാൻ സാധിക്കില്ല. വൻമരങ്ങളുള്ള കാടുകളിൽ മാത്രമേ സിംഹവാലൻ കുരങ്ങുകളുള്ളൂ. ഈ സിംഹവാലൻ കുരങ്ങുകള് കാര്യമായി താഴേക്ക് വരില്ല. അവ വലിയ മരത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അവ എപ്പോഴെങ്കിലും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവയെ പിടിച്ചു തിന്നാനായിട്ട് കൂടിയ റേഞ്ചാണ്, കൂടിയ മൃഗങ്ങളാണ് അവയെ പിടിച്ചു തിന്നാനുള്ളത്. അതുകൊണ്ട് താഴേക്ക് ഇറങ്ങേണ്ടി വന്നാൽ സിംഹവാലൻ കുരങ്ങുകളുടെ വംശം അതോടെ തീരും. അപ്പൊ കാട്ടിലെ വൻമരങ്ങളാണ് എപ്പോഴും വെട്ടിമാറ്റപ്പെടുന്നത്. അതോടെ ഇത്തരത്തിലുള്ള ജന്തുക്കളുടെ മുഴുവൻ താളം പോകും. അപ്പൊ ഈ കാട്ടിൽ നിൽക്കുന്ന വൻമരങ്ങള്, താഴെയുള്ള മരങ്ങള്, ചെറുമരങ്ങള്, അതിനും താഴെ വെക്കുന്ന കുറ്റിച്ചെടികള്, ഈ കുറ്റിച്ചെടികളിൽ മാത്രം ഓടി നടക്കുന്ന കീരി, പാമ്പ്, തവള, പുഴു, എന്താണ് ബട്ടർഫ്ലൈ, നമ്മുടെ പൂമ്പാറ്റകള്, അതിന് അല്പം മുകളിലേക്ക് അത് പോകാറില്ല. ഒരു മാവിന്റെ മുകളിൽ പോയിട്ട് പൂമ്പാറ്റ കാണാറില്ല. മാവിന്റെ മുകളിലിരിക്കുന്ന ചെറു കിളികള് താഴേക്കൊന്നും വരാണ്ട് മുകളിലേക്ക് അങ്ങനെ പോയില്ല. അത് തരുന്നിന്റെ ഒരു മേഖലയാണ്. അപ്പൊ ഭൂമിയുടെ അടിയിലേക്ക് കൊണ്ട് ഭൂമിയുടെ അടിയിൽ നമ്മൾ കുടിക്കുമ്പോ മണ്ണിലേക്കാണ്. എത്ര കാണും? 10 അടി താഴ്ച മണ്ണിലേക്കാണോ? അവിടെ പോകും തോറും അതിന്റെ ഘടന വ്യത്യാസം വന്നു, മിനറൽസിന്റെ വ്യത്യാസം വന്നു. പുല്ല് മണ്ണിന്റെ തൊട്ട് താഴെയുള്ള കുറച്ചെടുത്തിട്ട് പുല്ല് ഇങ്ങനെ നിൽക്കും. അതിനും താഴേക്ക് കുറ്റിച്ചെടികൾ വേര് വെച്ചിട്ട് കുറച്ചുകൂടെ താഴെയുള്ള മൂലകങ്ങളെ വലിച്ചു വരും, ഇലകളായിട്ട് ചെയ്ത് നമ്മുടെ ഭൂമിക്ക് വരും. അതേസമയം തെങ്ങ് കുറെ കൂടെ താഴേക്ക് പോയിട്ട് വരും. മാവാവട്ടെ പ്ലാവാവട്ടെ വളരെ ആഴങ്ങളിലേക്ക് പോയിട്ട് ഭൂമിയുടെ പ്രതലത്തിൽ ഇല്ലാത്തത്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, ഭൂമിക്ക് ആവശ്യമുള്ളതൊക്കെ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് തരും. ഇങ്ങനെ ഈ ജീവികളുടെ ഘടനയ്ക്ക്, സസ്യത്തിന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും ഘടനയ്ക്ക് പ്രകൃതി ഭയങ്കരമായിട്ടുള്ള ഒരു താളം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദൈവമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് ചുമ്മാ ഇങ്ങനെ അങ്ങനെ ഉണ്ടായിപ്പോകുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സുന്ദരമായ ഒരു പ്ലാനിങ്ങിലാണ്. ഈ മൃഗങ്ങളെ ആട് താഴെ കിടന്ന് ഇലയൊക്കെ തിന്നാൽ മതി, പിന്നെ വേണമെങ്കിൽ പ്ലാവിന്റെ ഇല താഴെ വീണ് തിന്നോ. പിന്നെ തനിക്ക് ഭയങ്കര നിർബന്ധമാണെങ്കിൽ വന്നിട്ട് പൊങ്ങി നിന്നിട്ട് കാല് പിടിച്ചിട്ട് സിനിമാ പോസ്റ്റർ തിന്നായിട്ട് നിൽക്കണില്ല, അതുപോലെ നിന്നോ. ഇതാണ് ആടിന്റെ റേഞ്ച്. ആനയ്ക്കതല്ല. ആനയ്ക്ക് താഴേന്ന് തുടങ്ങിയിട്ട് ഈ മുകളിലേക്കുള്ള റേഞ്ച് കിട്ടിയാൽ ഇവന്റെ ഈ വീപ്പക്കുറ്റി വയറ് നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വൻമരങ്ങളൊക്കെ പിടിച്ച് കൊമ്പൊക്കെ എടുക്കാനായിട്ട് ആനയ്ക്ക് തുമ്പിക്കൈയോടിയുണ്ട്, ഉയരമുണ്ട്. അതുകൊണ്ട് തന്നെ ആന കാട്ടിൽ ഒരിടത്തും സ്ഥിരമായിട്ട് താമസിക്കാറില്ല. മറ്റു മൃഗങ്ങൾ താമസിക്കുന്നത് പോലെ ഒരു ഗുഹയുടെ ഉള്ളിലോ ഏതൊരു ഭാഗത്തോ ഒരിക്കലും ആന 350 കിലോമീറ്ററൊക്കെ സഞ്ചരിക്കും. ആന ഒരു സാധാരണ റേഞ്ചിൽ. അതിനിടയ്ക്ക് എപ്പോഴും നമ്മൾ ഡാമ് കണ്ടു വെച്ചാൽ വലിയൊരു മഴ റോഡ് കിട്ടിയാൽ ആനത്താരയുടെ അവിടെ നിന്നു, പിന്നെ അങ്ങോട്ട് പോവില്ല.
ആനയ്ക്കെന്നാൽ വഴിമാറി പുതിയ വഴികൾ പോയിക്കൂടെ? അത് ചെയ്യൂല, നേരെ തിരിച്ചു വരും. അപ്പൊ അവയുടെ റേഞ്ച് ചുരുങ്ങി. ആ ചുരുങ്ങിയോടെ ആ കാട് പിന്നെ നശിഞ്ഞു. ആനക്കൂട്ടം തിന്ന് തീർത്തത് മുഴുവനും. ഒരു ദിവസം 25-35 കിലോമീറ്റർ ആന നടക്കാറുണ്ട്, ഒരിടത്തും നിൽക്കാറില്ല ഈ ആന. പ്രകൃതി അതനുസരിച്ചാണ് അവന്റെ ജീവിതം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ആനക്കൂട്ടത്തിൽ മുമ്പേ നടക്കുന്ന ആന, അവനാണ് അതിന് ആ ആനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന. പെണ്ണ പിടിയാനൊന്ന് മുമ്പ് നടക്കുക. സ്ത്രീയാണ് ഈ സ്ത്രീയാണ് വാസ്തവത്തിൽ ലോകത്തെ ജീവികളുടെ കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്ന. പുരുഷനാണ് ഇതിനൊക്കെ നശിപ്പിക്കുന്നത്. മനുഷ്യരിലും അതെ, അതെ. പിന്നെ ഞങ്ങൾ ഈ ആനയെ പാപ്പാൻ കൊണ്ടു നടക്കണ പോലെ നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അത് ഞങ്ങളെ മുന്നിക്ക് നിങ്ങളെ ശക്തിയൊക്കെ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ. ഞങ്ങൾ വിചാരിച്ച ഇത്രയൊക്കെ നടക്കുള്ളൂ. നിങ്ങളെങ്ങാനും പണി മുടക്കി പോയാൽ ആന്ധ്രയിൽ ഭർത്തലവരിപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്ത്രീകളൊക്കെ കൂടെ ഗതികെട്ടിട്ട് പഞ്ചായത്ത് കൂടി, നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത്, അവിടെ പഞ്ചായത്ത് കൂടിക്കൊണ്ടിരുന്നപ്പോ ചെന്നിട്ട് പറഞ്ഞ ഒരു സങ്കടം പറയാനുണ്ട്. പുരുഷന്മാർക്ക് ഇഷ്ടമില്ല, സ്ത്രീകൾക്ക് പഞ്ചായത്തിൽ കയറി വരാൻ എന്താ കാര്യമുള്ളത്? അതിന് വന്നവർക്ക് പറയാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഈ കുടി കാരണം ഞങ്ങളുടെ കുടി മുടിഞ്ഞു കിടക്കുകയാണ്, കുടിയിൽ മുടിയാണ്, അതുകൊണ്ട് കൊച്ചുങ്ങൾക്കും ഒന്നും ഭക്ഷണമില്ല, നിങ്ങൾ ഈ കുടി നിർത്തണം, ഞങ്ങളൊന്ന് ഇടിയല്ലേ. അത്രയൊക്കെ നിങ്ങൾ പഞ്ചായത്തിൽ വന്നിട്ട് പുരുഷന്മാരെ കുടി നിഷേധിച്ച് നിൽക്കാൻ പറഞ്ഞു. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാ പിന്നെ ഞങ്ങളൊരു തീരുമാനമുണ്ട്, ഞങ്ങൾ പണി മുടക്കാൻ പോവുകയാണ്. ചിരിച്ചു. പണി മുടക്കാൻ പറ്റുക? മടക്കിക്കോ. എന്തോന്ന് പണി മുടക്കി? പഞ്ചായത്തൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ചോറക്കെട്ടിന്ന് പറഞ്ഞു. എന്താ ചോറില്ലാത്ത? ഞങ്ങൾ പണി മുടക്കില്ലാണ്. എന്താ പണി മുടക്കി വാങ്ങാമല്ലോ. എന്നാ ആ ചൂടുവെള്ളം കൊടുത്ത നേരം നോക്കിയിട്ട് ചൂടുവെള്ളം ഇല്ല, പണി മുടക്കാണ്. രാവിലെ അലക്കി തേച്ചോ? അതുമില്ല, വസ്ത്രവും അലക്കിയിട്ടില്ല, പണി മുടക്കാണ്. 3-4 ദിവസമായപ്പോഴേ പഞ്ചായത്ത് പ്രത്യേകം വിളിച്ചു കൂട്ടി, സ്പെഷ്യലായിട്ട് വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞ് ചില വാർത്തമാർ പറഞ്ഞാൽ എന്നാലും പെണ്ണുങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ട്, കുടി വിലക്കി, മദ്യഷാപ്പുകൾ നിർത്തിച്ചു കടന്നു. അതുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാർ വലിയ പ്രതാപമൊക്കെ പറയും, വീറൊക്കെ കാണിക്കും. മന്ദകാലൻ ഭാര്യയെ പേടിപ്പിച്ച് ജീവിച്ചറിയാവോ? ഭാര്യയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതിയാൻ എന്തെങ്കിലും അരിശം കഴിഞ്ഞാൽ മന്ദകാലം ചവിട്ട് പേടിയാണല്ലോ. കിട്ടിയതല്ലേ. ഭാര്യ പേടിച്ചിട്ട് ഇയാൾ പറയണത് മുഴുവൻ കേട്ട് വിനീത വിധേയായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. ഒരു ദിവസം ഭാര്യയ്ക്ക് അങ്ങോട്ട് കൺട്രോൾ വിട്ട്, ചത്താലും ശരി, മന്ദകാലം കൊണ്ട് ചത്താലും ശരി എന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് പിടിച്ചു നിന്ന് വാതി. മന്ദനോട് കലികറി കാല് പൊക്കി അങ്ങോട്ട് പോയി. അല്ല ബാലൻസ് പോയില്ലേ, മറ്റേ കാലം സാറകാലല്ലേ ഉള്ളു. അപ്പൊ അതൊക്കെ നെല്ലി അവിടെ വീടും. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിയാനെ പേടിച്ച്. അപ്പോ നമ്മുടെ ഈ ആഹാരത്തില് നമ്മുടെ ശരീരത്തിന്റെ ഘടന പറിച്ചു തിന്നാവുന്ന രീതിയിലാണ്. പറിച്ചു തിന്നുക, പെറുക്കി തിന്നുക. കൊന്നു തിന്നാവുന്ന വിധി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അതിന് അല്പമെങ്കിലും നമുക്കൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും നല്ല കൂർത്ത നഖങ്ങള്, പല്ലുകളൊക്കെ കിട്ടിയാന്. ഒരാട് അല്ലെങ്കിൽ ഒരാടിനെ പുലി തിന്നുമ്പോ, ഒരു പശുവിനെ കടുവ തിന്നുമ്പോ ആ തടഭാഗത്തുള്ള നല്ല മാംസം മാത്രം കശാപ്പുശാലയിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ അങ്ങനെയാണോ? പുലി ഒരാടിനെ തിന്നു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? തോലോ? ആ കത്തി കൊണ്ട് തോല് കൊടുക്കട്ടല്ലേ പുലി ആരോഗ്യത്തിന്. എല്ലും ഒക്കെ കടിച്ചത് പൊടിച്ചു തിന്നും. തലയോട് എല്ലാം ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുണ്ടാവും. ആ കുടലും തോലും രോമവും എല്ലാം കൂടെ തിന്നും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് തിന്ന്. എല്ലും തോലും രോമവും ആ സമയം കൂടെ തിന്ന്. അതും കൂടെ ഒടുക്കത്തെ തീറ്റയായിരിക്കും. പിന്നെ തിന്നേണ്ടി വരില്ല. നിങ്ങൾക്ക് ആ ആഹാരത്തിന് വിധി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ തോലും രോമവും ഒക്കെ ദഹിപ്പിക്കാനുള്ള ദഹനേന്ദ്രരസങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. അതില്ല. ഇപ്പോ ആടിന്റെ മാംസം നിങ്ങൾ തിന്നുന്നത് നിങ്ങളുടെ മാംസം കടിച്ചു തിന്നുന്നത് പോലെ തന്നെയാണ്. ഇത് നമ്മുടെ പ്രൈമറി ഫുഡ് ഡൈജസ്റ്റീവ് സോഴ്സുകളിലെല്ലാം തകർച്ച ഉണ്ടാക്കുന്നുണ്ട്, ആഘാതം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ സ്റ്റേജിലുള്ള ദഹനത്തിന്റെ 18 ഘട്ടങ്ങളെന്നാണ് ആയുർവേദം പറയുന്നത്. ഈ 18 ഘട്ടങ്ങളും കഴിഞ്ഞ് പരിവർത്തനം വന്നു വരേണ്ട സാധനം തന്നെ വീണ്ടും ഫസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഗോതമ്പ് നെല്ലിന്റെ ഗോതമ്പ് പൊടി എടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക?
പിന്നെ ഇതിനോട് ആ മെഷീൻ വലിയ താമസമില്ലാണ്ട് നാശമാവേണ്ടി വരും. അപ്പോൾ സസ്യാഹാരം എന്നുള്ളതിന്റെ തലങ്ങൾ വളരെ വലുതാണ്. ആ ഒരു തലത്തിലേക്ക് വരാൻ സാധിക്കണം. സസ്യാഹാരം എന്ന് പറഞ്ഞുകൊണ്ടും കാര്യമായില്ല, അതിൽ തന്നെ ജീവനുള്ള ഭക്ഷണം, ലിവിങ് ഫുഡ്, ഡെഡ് ഫുഡ് ആൻഡ് ഗോസ്റ്റ് ഫുഡ്. ജീവനുള്ള ഭക്ഷണം, ചത്ത ഭക്ഷണം, പ്രേത ഭക്ഷണം. ഹലാല്, തയ്യിബ്, ഹലാല്, ഹറാം. തയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ തയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹറാം എന്ന് പറഞ്ഞാൽ അറിയാം, അത് ഞമ്മക്കും അറിയാം. നിങ്ങൾക്ക് തയ്യിബ് എന്താണെന്ന് അറിയാമെങ്കിൽ പറയും. പച്ചവെള്ളം, പഴം ഹറാമാക്കിയിട്ടുണ്ടോ? പച്ചക്കറി ഹറാമാണോ? ചോറ് ഹറാമാണോ? അല്ലല്ലോ. കഴിക്കാം. എന്നാ ചോദിക്കണോ ഹലാലാണോ? ബിസ്മി ചൊല്ലിയിട്ട് വേണോ എന്താണ് ചോറ് വേവിക്കാനായിട്ട്? വേണ്ട. അതൊക്കെ നിന്റെ ഭക്ഷണം, നീ എത്ര വേണമെങ്കിലും കഴിച്ചോ, പഴം എത്ര വേണമെങ്കിലും കഴിച്ചോ, എന്നോട് ചോദിക്കണ്ട. ഇത് അക്കാലത്തെ ലൈസൻസാണ്. ഈ ഇറച്ചി മീനൊന്നും നിനക്കത്ര നല്ലതൊന്നുമല്ല, നീ തിന്നാതിരിക്കാൻ നല്ലത്. പിന്നെ നിന്റെ കൊടുക്കത്തെ കൊതി കാരണം രക്ഷയില്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് പ്രത്യേക അനുവാദമൊക്കെ മേടിച്ചിട്ട് വല്ലപ്പോഴും കഴിച്ചോട്ടോ. ഒരു കൺട്രോൾ വെച്ചതാണ്, ലൈസൻസ് വെച്ചതാണ്. അതാണ് ഹലാലാക്കിയത്. മറ്റത് ഹറാമാണ്. നായയിറച്ചി അല്ലെങ്കിൽ പന്നിയിറച്ചി തൊട്ടു പോകരുത്, ചാരായം കുടിച്ചു പോകരുത്, പോകലിക്കരുത്, ഇതൊക്കെ ഹറാമാണ്. ഹലാലാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മൃഗം ചത്തു കഴിഞ്ഞാൽ 4 മണിക്കൂർ അതിന്റെ സെൽ ലൈഫ് ഉണ്ട്. അതിനുള്ളിൽ തിന്നുകയാണെങ്കിൽ ശവം തന്നെ തിന്നുന്നു എന്ന് അത്ര പറയാൻ പറ്റില്ല. അപ്പോ ഹലാലാക്കി. തയ്യിബാണ്. പച്ചക്കറികളും പഴങ്ങളൊക്കെ നീ എത്ര വേണമെങ്കിലും കഴിച്ചോ, എപ്പോഴെങ്കിലും കഴിച്ചോ. ഇതാണ് പ്രയോജനം പറയുന്നത്. ഏറ്റവും ജീവനുള്ള പരിശുദ്ധമായ പഴങ്ങളും പച്ചക്കറികളും കഴിക്ക്. തയ്യിബാണ്. ഹലാലാക്കിയിട്ടുണ്ട്. ഇറച്ചി മീനും തൊട്ടുപോകരുതെന്ന് പ്രകൃതി സർക്കാർ പറയാറില്ല. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ബേക്കറി സാധനം കഴിക്കരുത്, പഞ്ചസാര തൊട്ടുപോകരുത്. ഹറാമാക്കി പ്രകൃതി പറയുന്ന പഞ്ചസാര, മൈദ, പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞത്, അത് വെജിറ്റബിൾ ആണെങ്കിലും പഴം വേവിച്ചാലും നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞോ തൊട്ടുപോകരുതെന്ന് തന്നെയാണ് പറയണത്. ഹറാമാക്കിയിട്ടുണ്ട്. പ്രേതഭക്ഷണമാണത്. പ്രേതത്തിന്റെ സ്വഭാവം എന്താ? ചോര കുടിക്കും. യക്ഷി പിടിച്ച നമ്മുടെ ശരീരത്തിന്റെ ജീവശക്തിയെ ചോർത്തിയെടുക്കുന്ന, വലിച്ചൂറ്റി കുടിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ചാരായം, പഞ്ചസാര. ഈ ചാരായം പഞ്ചസാര ആംഗ്ലന്മാരാണെന്നറിയാവോ? രണ്ടും വട്ടന്മാരാണെന്നറിയാവോ? പഞ്ചസാര കരിമ്പ് നീരിൽ നിന്ന് ചാരായം മാറ്റി, മൊളാസസ്, സ്പിരിറ്റൊക്കെ മാറ്റി ബാക്കി വരുന്ന സാധനമാണ് പഞ്ചസാര. നന്നാവുമോ? മറ്റേ കൂടെ പറഞ്ഞ ഇരട്ട മറ്റേതാണ്. മറ്റേത് തന്നെയല്ല, പിന്നെ എങ്ങനെ ഇത് നന്നാവണേ? കരിമ്പിന്റെ നീര് എങ്ങനെ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ, നല്ലതാ. തേങ്ങ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ, നല്ലതാ. പക്ഷെ തേങ്ങാപ്പാല് കുഴപ്പമാ. ഭക്ഷണത്തെ തിരിച്ചറിയണം. പ്രകൃതി രൂപീകരിച്ചു വെച്ചിരിക്കുന്ന, തന്നിരിക്കുന്ന ആ രൂപത്തിലേ ഭക്ഷണമുള്ളൂ. അതിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഭക്ഷണമല്ല. തേങ്ങ വയറ് നിറച്ച് കഴിച്ചോളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. വയറ് നിറച്ച് തേങ്ങാപ്പാൽ കുടിച്ചാലോ? ടോയ്ലറ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് മാത്രം കഴിക്കുക. ഷട്ടിൽ സർവീസ് അടിക്കാനുള്ളതാണ്. ഓക്കെ, തേങ്ങയിൽ നിന്ന് തന്നെയുള്ളതല്ലേ വെളിച്ചെണ്ണ. വയറ് നിറച്ച് വെളിച്ചെണ്ണ കുടിച്ചാലോ? പിന്നെ കുടിക്കേണ്ടി വരില്ല. അവസാനത്തെ കുടിയായിരിക്കും, തട്ടിപ്പോവും. എന്താ കാര്യം? ഇതാണ് ഫുഡും ഫുഡ് സപ്ലിമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഫുഡ് സപ്ലിമെന്റുകളുടെ കെണി പോയി വീഴരുത്. വിശക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാവുന്നത്, വയറ് നിറച്ച് കഴിച്ചാൽ അസ്വസ്ഥതകളില്ലാത്തത്, ഇതാണ് ഭക്ഷണം. കണ്ണിൽ ഇറ്റിച്ചിടാൻ പറ്റാത്ത ഏതൊരു സാധനവും നിങ്ങൾ ആപത്തുണ്ടാക്കും. ഉള്ളി ഭക്ഷണമാണോ? ഇഞ്ചി ഭക്ഷണമാണോ? വയറടിച്ച് കഴിക്കുമോ? ഒരു 1.5 കിലോ ഉള്ളി എടുത്തിട്ട് അങ്ങോട്ട് തിന്നുക, വിശക്കുമ്പോ പറ്റില്ല. മുളക്. അപ്പൊ ഈ തരത്തില് എന്താ ശുദ്ധരൂപങ്ങൾ ഇതാണ്. അതിനോട് എത്രത്തോളം അടുത്ത് നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ അത്രത്തോളം നല്ലത്. അപ്പോൾ ആഹാരത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, ഈ ശരീരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ നിലനിർത്തണം, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഒരു പഠനം ആരംഭിക്കുക. അപ്പൊ ചെറിയ ചിതറിയ ചിന്തകൾ നമുക്ക് കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഈ പ്രകൃതി ചിന്തകളുടെ ഒരു സൗന്ദര്യം അതാണ്.
അതിന്റെ വേര് പിടികിട്ടിയാൽ, അതിന്റെ തത്വം മനസ്സിലായാൽ ബാക്കിയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദിവസങ്ങൾ കൊണ്ട് വന്നുകൊണ്ടിരിക്കും. നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം കൂടെ മനസ്സിലാകും, ചേടാ ഇതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ, ഇതെന്താ എനിക്ക് നേരത്തെ തോന്നാനിയത്. പ്രകൃതി ക്ലാസ്സുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തോന്നുന്നത്, ഇപ്പോൾ ഡോക്ടർ അലങ്കാരം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഈ പറയണത്, പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് അറിയാതെ പോയത്? എഡ്യൂക്കേഷനും ലിറ്ററസിയും അതിന്റെ വ്യത്യാസം പറഞ്ഞല്ലോ. ഇതൊക്കെ നമ്മുടെ കോമൺ സെൻസിലുള്ളൊരു കാര്യമാണ്. പക്ഷെ കഷ്ടകാലത്തിന് നമ്മൾ സ്കൂളിൽ പോയി വിദ്യാഭ്യാസം പഠിച്ചു പോയതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ് ഈ അപകടം മുഴുവൻ ഉണ്ടാക്കിയത്. പച്ചവെള്ളം കുടിക്കണമെന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷെ സ്കൂളിൽ പോയാൽ ആരെങ്കിലും പച്ചവെള്ളം കുടിക്കുമോ? ഏതെങ്കിലും ഈ ഭൂമിയിൽ ചൂടുവെള്ളം കുടിക്കാൻ ജീവിയുണ്ടോ? പശു അമ്മ ഈ കാടി ഒന്ന് ചൂടാക്കി തരുമോ? ചൂടില്ലാത്തതുകൊണ്ടേ ഇത്തിരി മധുരം കൂടി ഇത്തിരി പഞ്ചസാര കൂടി ഇട്ടൊക്കെ കേട്ടോ. പിന്നെ മനുഷ്യന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യനുള്ള എല്ലാ ദുരിതവും പശുവിനും ഉണ്ട്. നിങ്ങൾ മനുഷ്യന്റെ കൂടെ കൂടി ഏത് ജീവിയാ രക്ഷപ്പെട്ടേക്കണത്? ഏതെങ്കിലും ഒരു ജീവിയെ രക്ഷപ്പെട്ടായിട്ട് പറയാൻ പറ്റുമോ? ഈ കള്ളുകുടിച്ച് ആടി നടക്കണ ഏതെങ്കിലും ഒരു മൃഗം മനുഷ്യനെ പോലെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒരുത്തരം ഇട്ടിട്ടുണ്ട്, സാറേ ആന മാർക്കറ്റിൽ പോയിട്ട് ശർക്കരയും 3 കലവും മേടിച്ച് അതിന്റെ പുറത്ത് വെച്ച് വാറ്റി, ആന എന്താ പിടിയാനിരുന്ന് വാറ്റിയിട്ട് ശർക്കര വാഷുണ്ടാക്കിയതല്ലേ. കാട്ടിലെ അരുവി മുഴുവൻ കാട് മുഴുവൻ വെട്ടി തീർത്ത് കഴിഞ്ഞപ്പോൾ അരുവി പറ്റി. അരുവി വെച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമില്ലാണ്ട് ആനകൾ നടക്കുന്ന കാലത്താണ് 3 കുടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുടിച്ചു നോക്കിയപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ നമുക്ക് രോഗികളെ നോക്കേണ്ടവരെ മാഷ് നോക്കുന്ന സമയത്ത് നമുക്ക് ചർച്ച തുടരാം. ഇപ്പോ നമ്മുടെ പ്രസാദം ഇതാ തായ്ലാൻഡിൽ ധാരാളം രസകരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ആവാം. ഓക്കെ.